അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. നമ്മൾ ബുദ്ധി ഉറച്ച അന്ന് മുതൽ, അല്ലെങ്കിൽ ഓർമ്മ വെച്ച അന്ന് മുതൽ നമ്മൾക്ക് മതശാസനകൾ നിർബന്ധമാകുന്നതിന് മുമ്പ് തന്നെ ചെയ്തു വരുന്ന, അനുഷ്ഠിച്ചു വരുന്ന ഇസ്ലാം കാര്യത്തിൽ രണ്ടാമതായി എണ്ണപ്പെടുന്ന നമസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കാനാണ്, കേൾക്കാനാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇസ്ലാം കാര്യം 5 അല്ല, കുറേ ഉണ്ട്. ഈമാൻ കാര്യം കുറേ ഉണ്ട്. പക്ഷെ ഇത് അതിൻ്റെ അർക്കാണ്. റുക്കൻ എന്ന് പറഞ്ഞ പില്ലറാണ്. ആ ഇസ്ലാമിനെ താങ്ങി നിർത്തുന്ന പില്ലർ 5 ആ പില്ലറുകളിൽ, നെടും തൂണുകളിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് നിസ്കാരം. അപ്പോൾ ചില്ലറ വിഷയമല്ല എന്നർത്ഥം. അതേപോലെ തന്നെ നിസ്കാരത്തിൻ്റെ മഹത്വത്തിൽപ്പെട്ടാണ് അൽ അഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാത്ത് ഫമൻ തറകഹ ഫഖദ് കഫർ. നമ്മൾക്കും മറ്റുള്ള ആളുകൾക്കും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ്, സ്വലാത്താണ്. ആര് അത് ഉപേക്ഷിക്കുന്നുവോ അവൻ മുസ്ലിം അല്ല. ആ പേര് കൊണ്ടല്ല മുസ്ലിം ആകുന്നത്. നിസ്കാരം തീരല്ല, തള്ളിയിട്ടാലും ശരി പടിഞ്ഞാറ്റ് വീഴൂല വിചാരിക്കുക. ഓൻ അബ്ദുറഹ്മാൻ പേരുണ്ടായിട്ട് എന്താ കാര്യം? മുസ്ലിം അല്ല. പേര് കൊണ്ടല്ല ഒരാൾ മുസ്ലിം ആകുന്നത്, വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് എന്നാണ്. അതേപോലെ തന്നെ മുസ്ലിങ്ങളും അല്ലാത്തവരും തമ്മിൽ ഇടയിലുള്ള ഒരു മറ, അത് നമസ്കാരം. അവർക്ക് നിസ്കാരമില്ല എന്നർത്ഥം. മറ്റൊന്ന് സമയബന്ധിതമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ആ സൂറത്ത് യുദ്ധത്തെക്കുറിച്ച് പറയുന്ന വേളയിലാണ് പറയുന്നത്. നബിയെ, നിങ്ങൾ യുദ്ധരംഗത്തായി കഴിയുമ്പോൾ ജമാഅത്തായി നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ ആയത്ത് അവസാനിക്കുന്നത് യുദ്ധമാണോ, നിങ്ങൾ നിസ്കരിക്കൊന്നും വേണ്ട എന്നല്ല. യുദ്ധമാണോ, നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നല്ല പറയുന്നത്. യുദ്ധമാണെങ്കിൽ വരെ ജമാഅത്തായി സംഘടിതമായി നമസ്കരിക്കണം എന്നാ. പലപ്പോഴും ഒരു തലവേദന വരുമ്പോൾ ഇന്ന് നിസ്കരിക്കണില്ല, എന്നെ കൊണ്ട് കഴിയൂല, തലവേദനയാണ്, പല്ലുവേദനയാണ്, പനിയാണ്, ചെറിയൊരു കാരണം വരുമ്പോഴേക്കും നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമാണെന്നർത്ഥം. നിങ്ങൾ നോക്കി, പുരുഷന്മാരെ സംബന്ധിച്ച് പുരുഷന്മാർ കൃത്യമായും ജമാഅത്തിന് പള്ളിയിൽ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോകണം. സുബഹി ബാങ്ക്, സുബഹി നിസ്കാരം വെച്ച് ളുഹർ, അസർ ഒക്കെ ഒരു പക്ഷേ ജോലി തിരക്കിലോ കടയിലോ ഓഫീസിലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ സുബഹിൻ്റെ സമയത്ത് എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു നിസ്കാരമാണല്ലോ. എന്നാൽ നമ്മളെ പള്ളിയിൽ എത്ര ആൾ വരുന്നുണ്ട്? എത്ര ആൾ ഈ പള്ളിയുടെ കീഴിലുണ്ട്? ഈ പള്ളിയിലേക്ക് എത്തിപ്പെടാവുന്ന ദൂരത്തുള്ള എത്ര ആളുകൾ വരുന്നുണ്ട്? അത് വരുന്നില്ല. ഈ മനസ്സിലാക്കിക്കോളും, നിസ്കാരത്തെക്കുറിച്ച് അവൻ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. ബനി സലമ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകളോട് പറയപ്പെട്ടു, നിങ്ങളും പള്ളിയും തമ്മിൽ വളരെ വിദൂരമാണ്. മഷിയുസലാം എന്നുള്ള വേറെ നിസ്കാരത്തിലേക്കുള്ള നടത്തുന്നതാണ്. ഷേഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ തന്നെ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. പള്ളിയിലേക്ക് നടന്നു വരലാണ്, വാഹനത്തിൽ വരെയല്ല വേണ്ടത്. ഏറ്റവും നല്ലത് ഒരു കാലടി വെച്ച് കഴിഞ്ഞാൽ ഒരു നന്മ രേഖപ്പെടുത്തും, ഒരു തിന്മ മായ്ക്കപ്പെടും, ഒരു പദവി ഉയർത്തപ്പെട്ടു. അപ്പോൾ 100 മീറ്റർ അകലത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 500 കാലടി വെച്ചിട്ടുണ്ടെങ്കിൽ 500 പാപങ്ങൾ ചെറുത് പൊറുക്കപ്പെട്ടു, 500 നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടു, 500 പദവികൾ, സ്വർഗത്തിൻ്റെ പദവികൾ 500 പദവി. അങ്ങനെ ദിവസം 5 നേരമാണെങ്കിലോ എവിടെ എത്തി നമ്മൾ? അള്ളാഹ് ഇങ്ങനെ ഫ്രീ ആയി കൊടുക്കുക, ഫ്രീ ആയിട്ട് വാങ്ങിക്കോളിയും വാരി കൂട്ടിക്കോളിയും. നിങ്ങൾ
ജമാഅത്തായി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് 27 ഇരട്ടി പ്രതിഫലം. ഒരു നന്മ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നന്മയല്ല രേഖപ്പെടുത്തുക, 10 അല്ല 700 അല്ല അതിലും അപ്പുറം. ഇങ്ങനെ വാരിക്കോരി തരുന്ന റഹ്മാനായ റബ്ബ് നമസ്കാരത്തിന്റെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ പറയാം, ചില സ്ത്രീകളൊക്കെ പഴയ കാലത്താണെങ്കിൽ അവർക്ക് വീട്ടിൽ കണ്ടമാനം ജോലികൾ ഉണ്ടാവും. അപ്പൊ ളുഹർ കിട്ടൂല, അസർ കിട്ടൂല, എല്ലാം കൂടെ കഴിഞ്ഞ് മഗ്‌രിബിന് മുമ്പ് കുളിച്ച് ഒരുങ്ങി വന്നിട്ട് ആ മഗ്‌രിബിന്റെ കൂടെ ആയിരിക്കും എന്ത് ളുഹറും അസറും മഗ്‌രിബും. ആർക്ക് വേണത്? സമയം, നിസ്കാരത്തിന് സമയം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് 2 തവണ വന്ന്, ഒന്നാമത്തെ തവണ വന്നപ്പോൾ നിസ്കാരത്തിന് ആദ്യ സമയം കാണിച്ചു, സുബഹിന്റെ ആദ്യ സമയം, ളുഹറിന്റെ ആദ്യ സമയം, അസറിന്റെ ആദ്യ സമയം 5 നേരത്തെ. 2ാമത്തെ ദിവസം വന്ന് ഓരോ നിസ്കാരത്തിന് അവസാന സമയം കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഹദീസിൽ കാണാൻ സാധിക്കും, അന്നത്തെ കാലത്ത് വാച്ചില്ല എങ്കിലും ഒരു നിസ്കാരത്തിന്റെ സമയം എപ്പോഴാരംഭിക്കുന്നു എപ്പോൾ അവസാനിക്കുന്നു വളരെ കൃത്യമായി. അതൊക്കെ എന്തിനാ? നമുക്ക് തോന്നിയ പോലെ നിസ്കരിക്കാനാ? സുബഹി നിസ്കാരം എപ്പോഴാ? അതിപ്പോ നീറ്റ് 7-8 മണിയും. ആർക്ക് വേണം നിന്റെ നിസ്കാരം? നിന്റെ നിസ്കാരം കിട്ടിയില്ലെങ്കിൽ അള്ളാഹ് ആകെ ഇടങ്ങാറായി. അതാണോ? അപ്പൊ സമയബന്ധിതമായിരിക്കും. അതിലൊക്കെ ഒരു പട്ടാള ചിട്ട വേണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയബന്ധിതമാവുന്നു. ഞാൻ പറഞ്ഞു, യുദ്ധത്തെക്കുറിച്ച് ജമാഅത്തായി നിസ്കരിക്കണം എന്ന് പറഞ്ഞ് അതിന്റെ അവസാനം പറയുന്നത് എന്ത്? നിങ്ങൾ സമയത്ത് തന്നെ നിസ്കരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കൊല്ലാൻ വന്ന ആളുകളെ പോലും ശപിച്ചിട്ടില്ല, അവർക്കെതിരെ പ്രാർത്ഥിച്ചില്ല. ചില ഘട്ടങ്ങളിൽ മാത്രം അവർ ഏതാണെന്നറിയോ? അഹ്സാബ് യുദ്ധം, ഖന്തഖ് യുദ്ധത്തില് ശത്രുക്കളോട് അടരാടിയത്, അല്ലെങ്കിൽ ശത്രുക്കളെ പ്രതിരോധിച്ചതിന്റെ ഫലമായി അസർ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, സൂര്യൻ അസ്തമിച്ചിട്ട് പോലും. അപ്പൊ ഉമർ ഇങ്ങനെ വന്ന്, നബിയെ ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ല. നബി പറഞ്ഞു, നബി ഉമറെ ഞാൻ നിസ്കരിച്ചിട്ടില്ല. അപ്പോഴവർക്ക് എതിരായി പ്രാർത്ഥിച്ചത് എന്ത്? ഒരു നിസ്കാര സമയം തെറ്റിച്ച്. നമുക്ക് തക്കാറുണ്ടെങ്കിൽ, കല്യാണം ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ നിസ്കാരം എപ്പോഴാണ്? നിസ്കരിക്കുന്ന ആൾക്കാരനെ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം. അങ്ങനെ ഒരു ആരാധനയുടെ ആവശ്യമില്ല. അപ്പൊ എന്താണ്? സമയബന്ധിതമായ നിസ്കാരമാണ് ഇബാദത്ത്. പിന്നെ അതേപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടും ഒക്കെ. ഓരോന്നിനും ഹദീസ് ഞാൻ പറയുന്നില്ല. അതേപോലെ തന്നെ മോശം സ്വഭാവങ്ങൾ ഇല്ലാതാക്കി. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ നിസ്കാരം എന്താവും? വിട്ടു നിൽക്കും. അപ്പൊ അങ്ങനെ ആകണം നമ്മൾ. ഏത്? ആചാര്യാപ്പിളയാണ്, പക്ഷേ മഹാമോശം. അയാളാണ് വട്ടിക്കും പലിശക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം, എന്ത് അജ്ജ അയാൾ കിട്ടിയത്? അത് നിസ്കാരത്തിന് പള്ളീൻ്റെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും, ഒന്നാമത് സഫിലൊക്കെ ഉണ്ടാവും. പക്ഷെ കച്ചവടത്തിലുണ്ടല്ലോ എല്ലാ വെട്ടിപ്പും തട്ടിപ്പും ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് നിസ്കാരമാണ് നടത്തുന്നത്? അപ്പൊ നിസ്കാരം ധരിക്കണം, മനുഷ്യനെ ശുദ്ധീകരിക്കണം, അവനെ മാനസികമായും ഒക്കെ നന്നായി ശുദ്ധീകരിക്കുന്നതാണ്. അതേപോലെ പദവികൾ ഉയർത്തപ്പോൾ നമസ്കാരം കഴിയുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ ആ നമസ്കാരത്തിന് ഒരു ഉളു നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടില്ല എങ്കിൽ ആ നിസ്കാരത്തിന് കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് നബി ഒരിക്കലും ചോദിച്ചു സഹായിമാരോട്, ബിമാ യഖ്തസിമുൽ മലഉൽ അഅല, ഉപരിലോകത്തുള്ള മലക്കുകൾ എന്തിനാണ് തിക്കും തിരക്കും കൂട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? നബി തന്നെ പറഞ്ഞു, ചില ആളുകളുടെ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രതിഫലം രേഖപ്പെടുത്താൻ വേണ്ടി മലക്കുകൾ തിക്കും തിരക്കുമാണ്. അതിലൊന്ന് പറഞ്ഞത് ഇതാ. പിന്നെ അതിൽ ഒരു ഇബാദത്തെ കുറിച്ച് പറഞ്ഞത് നമസ്കാരം. ആ നമസ്കാരം കഴിഞ്ഞ അടുത്ത നമസ്കാരം വരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ എന്നാണ്. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം വരെ. അതേപോലെ എത്ര പ്രയാസകരമാണെങ്കിലും വെറുപ്പുള്ളതോടൊപ്പം നല്ല തണുപ്പാണ്, എന്നാലും പൂർണ്ണമായി ഉദു എടുക്കുക. അവരുടെ പ്രതിഫലങ്ങൾ എഴുതാൻ മലക്കുകൾ തിക്കും തിരക്കും കൂട്ടാണ്. വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, ഈ പള്ളികളിലേക്കുള്ള കാൽവെപ്പ് അധികരിക്കുക. സ്കൂട്ടി ഉണ്ട്, ബൈക്ക് ഉണ്ട്, അല്ല ഞാൻ നടന്നാ പോണത്, അങ്ങനെയുള്ള ആൾക്കാരെ പ്രതിഫലം എഴുതാൻ മലക്കുകൾ എന്ത് ചെയ്യാൻ
തിക്കും തിരക്കും കൂട്ടുക എന്നാണ്. അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ നിസ്കാരത്തിൻ്റെ രൂപം എപ്പോഴും നമ്മൾ നിസ്കരിക്കേണ്ടത് എന്താണ്? മക്കത്ത് എങ്ങനെ നിസ്കരിക്കണത്, എൻ്റെ വാപ്പ എങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഓരോരുത്തർക്കും എങ്ങനെ ആ നിസ്കാരം, കൃത്യമായ നിസ്കാരം അത് നബി പഠിപ്പിച്ച പോലെ തന്നെ പ്രമാണങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യണം, നോക്കി പഠിക്കാൻ കഴിയണം. അത് ഒരു പക്ഷേ നമ്മളിങ്ങനെ കാലങ്ങളായി അനുവർത്തിച്ചു പോകുന്ന നമസ്കാരത്തിൽ അതിൻ്റെ പ്രശ്നമുണ്ടല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊന്ന് പഠിക്കണം, ഒന്ന് മനസ്സിലാക്കണം എന്നൊരു ചിന്തയെങ്കിലും ഉണ്ടാകണം. റസൂലുള്ളാഹിന്റെ വാക്കാണ്, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതായി എങ്ങനെ നിങ്ങൾ കണ്ടു അങ്ങനെ തന്നെ നിസ്കരിക്കണം എന്നാണ്. നബി നിസ്കരിച്ചതായി എങ്ങനെ കണ്ടുവോ അങ്ങനെ തന്നെ നിസ്കരിക്കണം. അത് ഏതെല്ലാം വിഷയത്തിൽ? ഒന്ന്, നിസ്കാരത്തിൻ്റെ രൂപം. ഒരാൾ കിഴക്കോട്ട് നിസ്കരിക്കുക, മറ്റൊരാൾ പടിഞ്ഞാട്ട് നിസ്കരിക്കുക. എന്താ അങ്ങനെ? അല്ല, ഒന്നുകൂടെ സൗകര്യം ഇങ്ങോട്ടാണ്, കിഴക്കോട്ടാണ്. മറ്റൊരാൾ തെക്കോട്ട് നിസ്കരിക്കുക. എന്താ? അല്ല, ഒന്നുകൂടെ ഒക്കെ വൃത്തി. അല്ല, നബി എങ്ങനെയാണോ നിസ്കരിച്ചത് അങ്ങനെ തന്നെ. ഇപ്പം നാള് ഏതൊരു പമ്പറന്ന് ഒരു സ്ത്രീ ജുമാക്ക് നേതൃത്വം നൽകിയോള് ചെറുകോട് ആ ഭാഗത്ത്, പിന്നെ ദീനൊക്കെ വിട്ട് പോയത് അല്ലേ. അതിൻ്റെ പിന്നാലെ കുറേ ആൾക്കാർ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം തൽക്കാലം അവിടെ കട്ടെ, അള്ളാഹു റസൂൽ അങ്ങനെ ശരിയെ കാണിച്ചു തന്നിട്ടില്ല. അപ്പം എല്ലാ വിശ്വസ്കാരത്തിൻ്റെ സമയം, രൂപം, അതിൽ ചൊല്ലേണ്ടത്, അതിൻ്റെ എണ്ണം. ളുഹർ വയസ്സായി, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ളുഹർ ഇനിയിപ്പോൾ ഒരു 8 റക്അത്ത് നിസ്കരിക്കാം പറ്റൂല. അതെന്തേ? നബി നിസ്കരിച്ച് കാണിച്ചെന്ന പോലെ തന്നെ. ചില ആൾക്കാർ പറയും നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടങ്ങാറായി തിരക്കിൻ്റെ ഇടയിൽ 5 നേരമൊന്നും വേണ്ട, 3 നേരം മതി എന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ വന്നു. പിന്നെ കുറേ കഴിഞ്ഞ പോലും പറഞ്ഞു അതും വേണ്ട, സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞാൽ നിസ്കാരം നിങ്ങൾക്ക് എവിടുന്ന് അർത്ഥം കിട്ടി? സ്വലാത്ത് എന്ന് പറഞ്ഞ പ്രാർത്ഥന, അള്ളാഹിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, നിസ്കാരം കഴിഞ്ഞു. എപ്പോഴെങ്കിലൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഓർമ്മ ഉണ്ടാ അല്ലേ? കാരണം സ്വലാത്ത് എന്ന് പറഞ്ഞ ഭാഷയിൽ എന്താ പറയാ, ഭാഷയിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ്. അപ്പോൾ ഖുർആനിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഖുർആനും ഹദീസും ഇസ്ലാമും തള്ളിക്കളയുന്ന ആളുകളുണ്ടല്ലോ, അവർക്കിപ്പോൾ നിസ്കാരം ഉണ്ടാവില്ല. കാരണം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്നില്ല ഭാഷയിൽ, മറിച്ച് അത് പ്രാർത്ഥന. മാക്കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി, കഅബാലയത്തിൻ്റെ അടുക്കൽ മുശ്രിക്കിൻ്റെ നമസ്കാരം അവിടെ സ്വലാത്ത് എന്ന അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ നിങ്ങളെ ഒരാൾ സദ്യക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പുകാരനാണെങ്കിലും പങ്കെടുക്കണം. എന്നിട്ടോ നിങ്ങൾ സ്വല അയാൾക്ക് വേണ്ടി നടത്തും. അവിടെ സ്വല എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. അപ്പം 3 നേരം നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു, പിന്നെ ആൾക്കാർ നിസ്കാരം തന്നെ വേണ്ടെന്ന് പറഞ്ഞു. അതെന്തേ? അതുകൊണ്ട് പറഞ്ഞു നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന അതേ രൂപത്തിൽ തന്നെ നമസ്കരിക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആ സംഭവം. പൂർണ്ണമായ ഉദു വേണം, ഉദു ഇല്ലാതെ നമസ്കരിക്കണം. ലാ യഖ്ബലുല്ലാഹു സ്വലാത്തൻ ബിഗൈരി തഹൂരിൻ, തഹൂറില്ലാതെ ഒരാളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ചിലപ്പോൾ കുളിക്കേണ്ടി വരും, അതൊരു വിഷയം കേട്ടോ. എന്താ നിങ്ങൾ കൂലിപ്പണിക്കാരാണ്, നിസ്കരിച്ചോ? ഇല്ല. അതെന്ത്? അതൊക്കെ ഇനി കുളിച്ച് പെരയിലെത്തിയിട്ട് നിസ്കരിക്കാം. നിങ്ങൾ ഉച്ചക്ക് ഭക്ഷണത്തിനുണ്ടായിരുന്നോ? ഭക്ഷണം കഴിച്ചു, അപ്പോൾ കൈ കഴുകി, അപ്പം ആ സമയത്ത് നിസ്കരിച്ചു. അത് ശരീരത്തിലാകെ ചേറും പൊടിയും ചെളി, എങ്ങനെ നിസ്കരിക്കും? മിക്ക ആളുകൾക്കും പറയാനുള്ളത്. എന്നാൽ അവർ പഠിച്ച മദ്രസയിൽ, അവർ പഠിച്ച പുസ്തകത്തിലുണ്ടോ ചേറും ചെളിയും അതൊക്കെ നജസാണ്, നിസ്കരിക്കാൻ പാടില്ല, ഒരാളും പറയുന്നില്ല. ഞാൻ പറയും നിസ്കാരത്തിന് ശൈത്താൻ ഇങ്ങനെ പിന്നോട്ടടിപ്പിക്കും. അതിൽപ്പെട്ടതാണ് ഏത്? അതിൽപ്പെട്ടതാണ് ഇതേപോലെ ചേറുണ്ടോ, ചെളിയുണ്ടോ, വിയർപ്പുണ്ടോ, നിസ്കരിക്കണ്ട. ഉദു ഉണ്ടായിരിക്കണം. കുളി നിർബന്ധമുള്ള ആളുകളാണെങ്കിൽ കുളി നടത്തിയിരിക്കണം. അതേപോലെ നീയത്ത് അനിവാര്യമാണ്. ഖിബ്ലക്ക് അഭിമുഖമായി നിൽക്കുന്നത് നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്. നിസ്കാര ഷർത്തും പറഞ്ഞൊക്കെ പിന്നീട് നമുക്ക് വരുന്നുണ്ട്. ഇപ്പം ഉദു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് നീയത്ത് ഉണ്ടാകണം. എപ്പോഴും ഹോട്ടലിൽ കയറിയാൽ കൈ കഴുകലുണ്ട്, അതേപോലെ വെള്ളം കണ്ടപ്പോൾ കൈ കഴുകി അവിടെ ഇവിടെ കഴുകി ഉദു ആകുമോ? ഇല്ല. ഉദു എല്ലാ ഇബാദത്തിനും, ഇബാദത്താണോ അതിനെന്ത് വേണം? നീയത്ത് വേണം. ഞാൻ ഉദു ഉണ്ടാക്കുകയാണ്, ഒരു ബോധം.
ഞാൻ ഇപ്പോൾ നിർബന്ധ കുളി കുളിക്കുകയാണ്, എനിക്ക് കുളി നിർബന്ധം, ഞാൻ ഇപ്പോൾ നിർബന്ധമായ കുളി കുളിക്കുകയാണ് മനസ്സിലുണ്ടാകണം. അതല്ലാതെ കടലിലൂടെ നീന്തി കുളിച്ചിട്ടും ശരി, അവന് നീയത്തുണ്ടെങ്കിൽ അവൻ നിസ്കാരം ശരിയാവില്ല, അവന് പള്ളി കയറാൻ പാടില്ല. കാരണം എന്ത്? അവൻ്റെ ജനാബത്തിൻ്റെ വലിയ അശുദ്ധിയുടെ കുളി കുളിച്ചിട്ടില്ല. വലിയ അശുദ്ധിയുടെ കുളി വേണമെങ്കിൽ എന്ത് വേണം? നീയത്ത് അനിവാര്യമാകുന്നു. നീയത്തില്ലാതെ ഒരു പരിപാടിയില്ല. അതേപോലെ തന്നെ ഉളൂവിൻ്റെ മുമ്പ് പല്ല് തേക്കൽ സുന്നത്താണ്. ലൗല അൻ അശുക്ക അല ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് പ്രയാസം ഇല്ലായിരുന്നുവെങ്കിൽ, ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ ഓരോ നിസ്കാരത്തിൻ്റെ കൂടെയും ഓരോ ഉളൂവിൻ്റെ കൂടെയും പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ ഉളൂ ഉണ്ടാക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കേണ്ടത്. അതേപോലെ തന്നെ ഫസ്റ്റ് വലത് കൈ 3 പ്രാവശ്യം കഴുകുക, ഇടത് കൈ 3 പ്രാവശ്യം കഴുകുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. അത് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല. ഉളു എത്ര നല്ലൊരു കർമ്മമാണെന്ന്. നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലൂടെ ഒരു നദി ഒഴുകുന്നു എന്നിരിക്കട്ടെ, റസൂല് പറയാണ്, അതിൽ 5 നേരവും നിങ്ങൾ കുളിക്കുന്നുവെങ്കിൽ ഫഹൽ യബ്ഖാ മിൻ ദറനിഹി ഷൈ, നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാകുമോ? ഒരഴുക്കും ഉണ്ടാവില്ല. അതേപോലെയാണ് നമസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അഴുക്കുണ്ടാവുന്ന സ്ഥലങ്ങളാണ് ഉളൂവിലൂടെ കഴുകിക്കളയുന്നത്. മൂക്കിൽ വെള്ളം, മൂക്കിലായിരിക്കും എല്ലാ രോഗാണുക്കളും അഴുക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കയറ്റി ഒന്ന് ചീറ്റി അതൊക്കെ ചെയ്യണം. അല്ല വെറുതെ വായിൽ വെള്ളം കൊപ്പിളിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ വായിൽ വെള്ളം എടുത്ത് വെറുതെ തുപ്പിയാൽ പോരാ, അതിലെന്ത് ചുഴറ്റി തുപ്പണം, കൊപ്പിളിക്കുക എന്ന് പറയും. കൊപ്പിളിച്ചു, മൂക്കിലേക്ക് വെള്ളം കയറ്റി, പിന്നെ ചീറ്റി, അങ്ങനെ തന്നെ ചെയ്യണം ഉളു ആകണമെന്നുണ്ടെങ്കിൽ. മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നമസ്കാരമാണ് വിഷയമെങ്കിലും അതിൻ്റെ ഷർത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടാണ് ഉളു കൊടുക്കൽ. ഈ ഉളു ശരിയായില്ല ഇവ നമസ്കാരം ശരിയാവില്ല. അപ്പോൾ ഈ ചുളിയും മറ്റുമൊക്കെയുള്ള സ്ഥലത്ത് പല ആൾക്കാരെയും ഉളു കഴിഞ്ഞൊന്ന് പരിശോധിച്ചു, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികളെ, ഇവിടെ നനഞ്ഞിട്ടുണ്ടാവില്ല, ഇവിടെ നനഞ്ഞിട്ടുണ്ടാവില്ല, ഇവിടെ നനഞ്ഞിട്ടുണ്ടാവില്ല, ഇവിടെ നനഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും വെള്ളം എത്തി എന്ന് ഉറപ്പ് വരുത്തണം. എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് ചുളിവുള്ള ഭാഗങ്ങളിലൊക്കെ, കാലിൻ്റെ മടമ്പിൻ്റെ മുകളിലൊക്കെ അവിടേക്ക് വെള്ളം എത്തി എന്ന് ഉറപ്പാക്കണം. ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ വൃത്തിയായി ചെയ്യണം, മുഖം കഴുകേണ്ട രൂപം. അതേപോലെ തന്നെ കൈമുട്ട്, ആ മുട്ട് നന്നായിട്ട് മുട്ട് വരെ എന്ന് പറയുമ്പോൾ മുട്ട് അതിൽ ഉൾപ്പെടണം. അപ്പോൾ ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമനിസ്തതഅമിൻകും അൻ യുതീല ഖുറതഹു ഫൽയഫൽ, അവൻ്റെ കൈകാൽ മുഖങ്ങൾ ഉതുവെടുക്കുമ്പോൾ അല്പം നീട്ടിക്കഴുകാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഇനി അതിൻ്റെ അർത്ഥം ഇവിടെ കഴുകിയതിന് പകരം അങ്ങനെ ഈ ഷോൾഡർ വരെ കഴുകണം എന്ന അർത്ഥത്തിലല്ല, അതിര് വിടാനും പാടില്ല എന്ന് മനസ്സിലാക്കണം. തല തടവുന്ന രൂപം ഏതായാലും ഈ 3 തടവെന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ. ഏത് ഇങ്ങനെ ആ പൊട്ട് തൊണ്ട് മാറിയിട്ട്, എന്നാൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്ത് ചെയ്യണം? വെള്ളം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് തലയുടെ തുടക്കം മുതൽ ഇങ്ങനെ ആരംഭിച്ച് ബാക്കിലേക്ക് കൊണ്ടുപോയി പിന്നെ എവിടുന്നാണോ ആരംഭിച്ച് അവിടേക്ക് തന്നെ എത്തണം. സ്ത്രീകളോ ഓരോ അങ്ങനെ തന്നെ. അപ്പോൾ ആൾക്കാർ കാണൂലേ? ആൾക്കാർ കാണാത്തോടൊന്നും ഉണ്ടാക്കണം. സ്കരിക്കാൻ ആൾക്കാർ കാണാത്തൊന്നാണല്ലോ, അതേ ഉതു ഉണ്ടാകുമ്പോഴും അങ്ങനത്തെ. ഇനി വീടിനകത്താണെങ്കിലോ, വീടിനകത്താകുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുട്ടികളൊക്കെയാണ്, ഒരു പ്രശ്നമല്ല. ഉതുണ്ടാക്കുമ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് അങ്ങനെ ധാരണ ഉണ്ട്, ബാങ്ക് കൊടുക്കുമ്പോൾ കാണാൻ തട്ടറിന്. പേരൻ്റെ ഉള്ളിലാണെങ്കിലും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമല്ല. ഏതായിരുന്നാലും ഈ തല തടവൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെവി ഇതേപോലെ തന്നെ, ചെവി ഏകദേശം എല്ലാവരും കൃത്യമായി ഈ ചൂണ്ട് വിരൽ ചെവിയുടെ ഉള്ളിൽ വെക്കുക. അതേപോലെ തള്ള വിരൽ ചെവിയുടെ പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ ഈ രൂപത്തിലാണ് തടവേണ്ടത്. കാല് കഴുകുമ്പോഴും നെരിയാണി ഉൾപ്പെടെ കഴുകണം. അത് പ്രത്യേകിച്ച് വിരലുകൾക്കിടയിൽ, അത് കൈ കഴുകുമ്പോഴാകട്ടെ കാൽവിരൽ കഴുകുമ്പോഴാകട്ടെ, ആ വിരലുകൾക്ക് ഇടയിൽ ഒന്ന് കൈ വെച്ച് കഴുകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശേഷം പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന
മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജ്അൽനി മിനത്ത് തവ്വാബീന വജ്അൽനി മിനൽ മുത്തതഹിരീൻ എന്ന പ്രാർത്ഥന അല്ലേ? എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥനയാണ് അത്. പിന്നെ നിർബന്ധം അല്ല, പക്ഷേ ഒരു ഉദുവിൻ്റെ പ്രാർത്ഥനയുടെ രൂപമാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഉദുവിൽ ഈ രണ്ട് കാര്യങ്ങളല്ലാതെ വേറെ പ്രാർത്ഥനകളില്ല. എന്താണ്? ആദ്യം തുടങ്ങുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയാം. പിന്നെയോ ഉദുവിന് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജ്അൽനി മിനത്ത് തവ്വാബീന വജ്അൽനി മിനൽ മുത്തതഹിരീൻ. അവിടെ വജ്അൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നൊന്നുമില്ല. ഇത്രയാണ് ഉള്ളത്. ഇത് ചൊല്ലുക. എന്നാൽ ചില ആളുകൾ ഓരോ അവയവം കഴുകുമ്പോഴും ഓരോ പ്രത്യേക പ്രാർത്ഥന നടത്താറുണ്ട്. അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഷാഫി മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ പോലും പറയുന്നുണ്ട്, നമ്മളെ ചില ഇമാമിയങ്ങൾ ഓരോ അവയവം കഴുകുമ്പോഴും ഓരോ പ്രത്യേക ദുആ, പ്രത്യേകിച്ച് ഇഹ്യാ ഉലൂമുദ്ദീൻ പോലുള്ള ഗ്രന്ഥങ്ങൾ അവരെഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് യാതൊരുവിധ അസ്ലുമില്ല. മുഖം കഴുകുമ്പോൾ റബ്ബേ എൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് കാക്കണേ, കൈ കഴുകുമ്പോൾ റബ്ബേ എൻ്റെ കൈയിനെ നരകത്തിൽ നിന്ന് കാക്കണേ എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനകൾ എന്തില്ല, സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഈ രണ്ട് പ്രാർത്ഥന തുടങ്ങുമ്പോൾ ബിസ്മില്ല, അതേപോലെ ഉദു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രാർത്ഥനയാണ് ചെയ്യേണ്ടതെന്നർത്ഥം. ഇനി നോക്കി, കർമ്മശാസ്ത്ര വഴിയിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമസ്കാരം പിന്നെ ഷർത്ത്, റുക്ന്, വാജിബ്, സുന്നത്ത് എന്ന രൂപത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ പിന്നെ മദ്രസയിൽ, അത് ഏത് ആളുകളുടെ മദ്രസ, പ്രത്യേകിച്ച് സമസ്തയുടെ മദ്രസയിലൊക്കെ പഠിച്ച ആളുകളാണ് ഈ രൂപത്തിലാണ് കൂടുതൽ പഠിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇത് നിസ്കാരത്തിൻ്റെ റുക്കിനാണ്, മറ്റേത് വാജിബാണ്, മറ്റേത് സുന്നത്താണ് എന്ന രൂപത്തിൽ പഠിപ്പിച്ചു തന്നില്ല. മറിച്ച് ഹദീത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചതാണ് ഇങ്ങനെ. ഏത് ഒരു പിന്നെ എളുപ്പത്തിന് വേണ്ടി, ജനങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി. റുക്കിന് ഒഴിവാക്കാൻ പാടില്ല, സുന്നത്ത് ഒരാൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, വാജിബ് ഒരാൾ നിർബന്ധമായിട്ട് ഒഴിവാക്കാൻ പാടില്ല, അബദ്ധത്തിൽ ഒഴിവാക്കിയാൽ കുഴപ്പമില്ല എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ റുക്കിന്, വാജിബ് എന്നൊക്കെ പ്രത്യേകമായി തിരിച്ചിരിക്കും. ഇനി നോക്കിയ റുക്കിനുകൾ, ആദ്യം ആ റുക്കിനുകൾ എന്തൊക്കെയെന്ന് പറയാം. ഒന്ന്, നിസ്കാരത്തിൽ കഴിവുള്ളവ നിൽക്കണം. ഏത്? ഫർള് നിസ്കാരത്തിൽ കേട്ടോ. ഫർള് നിസ്കാരത്തിൽ എന്ത് ചെയ്യണം? കഴിയുന്ന ആൾക്കാർ നിൽക്കണം. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് നമസ്കരിക്കുക, അടങ്ങി ഒതുങ്ങി നിന്ന് നമസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമ്രാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വല്ലി ഖായിമ, നിങ്ങൾ നിന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നിന്ന് നിസ്കരിക്കണം എന്നാണ് ഫർള് നിസ്കാരത്തിൽ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിൽക്കാൻ കഴിവുള്ള ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ അത് പ്രശ്നമാണ്. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, ഇരിക്കട്ടെ. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കട്ടെ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾ ഒരാൾക്ക് വേണമെങ്കിൽ ഇരുന്ന് നമസ്കരിക്കാം. പക്ഷേ ഫർള് നിന്ന് നമസ്കരിച്ചതിൻ്റെ പകുതി കൂലിയാണ് അത്തരം ആളുകൾക്ക് ഉണ്ടായിരിക്കുക എന്നർത്ഥം. ഒക്കെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും കസേല ഇരുന്ന് നിസ്കരിക്കുക, അത് ഒഴിവാക്കേണ്ടതാണ് ഫർള് നിസ്കാരം. ഇനി ഒരാൾക്ക് നൃത്തത്തിന് പ്രശ്നമൊന്നുമില്ല വിചാരിക്കുക, നൃത്തത്തിന് പ്രശ്നമൊന്നുമില്ല, അയാൾക്ക് അത്തഹിയാത്ത് ഇരിക്കാനാണ് പ്രശ്നം. അങ്ങനെയുള്ള ആളുകൾ അത്തഹിയാത്ത് ഇരിക്കുന്ന സമയത്ത് മാത്രം മറ്റെന്തെങ്കിലും സംവിധാനം കണ്ടെത്തുക. അപ്പോൾ നിൽക്കുന്ന സമയത്ത് നിൽക്കണം, റുക്കൂ സമയത്ത് റുക്കൂ പോകണം, സുജൂദ് സമയത്ത് സുജൂദ് പോകണം. അത്തഹിയാത്തിൽ ഇരിക്കാൻ പ്രശ്നമാണെങ്കിൽ വേണമെങ്കിൽ അയാൾക്ക് കസേരയിൽ കയറി ഇരുന്നോട്ടെ. മനസ്സിലായില്ലേ? ഒരാൾക്ക് സുജൂദിൽ പോകലാണ് പ്രശ്നം എങ്കിൽ സുജൂദിന് മുമ്പുള്ള നൃത്തം, റുക്കൂ, അതൊക്കെ അയാൾ അങ്ങനെ തന്നെ ചെയ്യട്ടെ. ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാൻ പറഞ്ഞ രൂപത്തിൽ ചെയ്യണം. ഇനി ഇരുന്ന് നിസ്കരിക്കുക,
ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. സുന്നത്തുമാണെങ്കിൽ അല്ലാത്ത അവസ്ഥയിൽ എപ്പോഴെങ്കിലൊക്കെ ഇരുന്ന് നിസ്കരിക്കാം. അപ്പോൾ ഇരുന്ന് നിസ്കരിക്കും. എങ്ങനെ ഇരിക്കണം? നമ്മുടെ നാട്ടിലിപ്പോൾ കസേരയിൽ ഇരുന്നാണ് നിസ്കരിക്കാറുള്ളത്. കുഴപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികവും മുത്തറബ്ബി ആയിട്ടാണ് നിസ്കരിച്ചിരുന്നത്. ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മുത്തറബ്ബി എന്ന് പറഞ്ഞാൽ ചമ്പ്രം പടിഞ്ഞിരിക്കുമല്ലോ അല്ലേ? ചമ്പ്രം പടിഞ്ഞിരിക്കുക എന്നറിയില്ല. ചമ്പ്രം അങ്ങനെ ഇരിക്കാൻ പറ്റുമോ നിസ്കാരത്തിന്? ഇരിക്കാം. ഒരാൾ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുക, അയാൾക്ക് നിൽക്കാൻ കഴിയില്ല എങ്കിൽ ചമ്പ്രം പടിഞ്ഞിരുന്നാൽ വളരെ സുഖമാണ്. ഇരിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് എത്ര നേരം ഇരിക്കാം, അങ്ങനെ നിസ്കരിക്കാം. അല്ലെങ്കിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്ത് ഇരിക്കാം. ഇടത്തെ കാല് പരത്തി വെച്ച് അതിലിരുന്ന് വലത്തെ കാല് നാട്ടി വെക്കുക, ഇരിക്കാം. കസേരയിൽ തന്നെ ഇരിക്കണം എന്നില്ല. ഇനി ഒരാൾക്ക് കസേരയിൽ ഇരുന്നാലാണ് കഴിയെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഏതായിരുന്നാലും ശരി, ഇത് നിസ്കാരത്തെ റുക്കിനിൻ്റെ പ്രത്യേകത എന്തറിയോ? അത് നമ്മൾ മുമ്പിൽ കാണണം. ഒരു ഉദാഹരണം പറഞ്ഞിട്ട്, റുക്കിൻ്റെ നമസ്കാരത്തിലെ റുക്കിനുകൾ ഏതെങ്കിലും ഒന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നമസ്കാരം ബാത്തിലാകും. മാറ്റി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിൽക്കാൻ കഴിയും, പക്ഷെ അയാൾ ഇരുന്നാണ് നിസ്കരിച്ചു എങ്കിൽ ആ നിസ്കാരം ബാത്തിലായി എന്നർത്ഥം. റുക്കിൻ്റെ പ്രത്യേകത ആണ്. അയാൾ മറന്നുകൊണ്ട് ചെയ്താലും ശരി, മനഃപൂർവ്വം ചെയ്താലും ശരി, റുക്കിനുകൾ ഒരാൾ ഒഴിവാക്കിയാൽ ആ നിസ്കാരം ബാത്തിൽ. വേറെ മാറ്റി നിസ്കരിക്കണം. ഒരു ഉദാഹരണം കൂടി നോക്കി നിങ്ങൾ. രണ്ടാമത്തെ റുക്കിന് തക്ബീറത്തുൽ ഇഹ്റാം. എന്താ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ? വജ്ജഹത്ത് ഒക്കെ ഒന്ന് നീയത്തൊക്കെ കരുത്. പ്രശ്നം അപ്പം മഗ്‌രിബ് നിസ്കാരത്തിലാണ് എന്നൊക്കെ നീയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയാ കേട്ടോ. പറച്ചിലാണ്, കൈ കെട്ടലല്ല. അത് വേറെ നമ്മൾ പറയും. അല്ലാഹു അക്ബർ എന്ന് പറയാം. അത് തക്ബീറത്തുൽ ഇഹ്റാം. ആ നിസ്കാരത്തിന് എന്താണ്? റുക്കിനാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്തു? മനഃപൂർവ്വം എന്ത് ചെയ്യില്ല, നിസ്കാരത്തിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്നു. റബ്ബേ ഞാൻ നിസ്കരിക്കാം, മഗ്‌രിബ് നിസ്കരിക്കുകയാണ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞില്ല. അയാൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ മറന്നുകൊണ്ട് ചെയ്തു എങ്കിൽ ആ നിസ്കാരം ശരി. അപ്പോൾ റുക്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മനഃപൂർവ്വം ചെയ്താലും മറന്ന് ചെയ്താലും അത് ഒഴിവാക്കിയാൽ മാറ്റി ചെയ്യണം. അറിയാതെ വിട്ടുപോയാൽ ആ റുക്കിന് വീണ്ടും ചെയ്യുകയും അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് സഹുവിൻ്റെ 2 സുജൂദ് ചെയ്യുകയും വേണം. ഒരു ഉദാഹരണം എടുക്കാം നമുക്ക്. എന്ത്? ഫാത്തിഹ ഓതൽ. ഒരാളിങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, ളുഹുർ അയാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്നിട്ട് ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ സൂറത്ത് ഇഖ്ലാസ് അല്ലാഹു അക്ബർ റുക്കുവിൽ പോയി. അയാൾ എന്താ ഓതിയില്ല? ഫാത്തിഹ ഓതിയിട്ടില്ല. അയാളുടെ ആ ഒരു റുക്കിന് അയാൾ നഷ്ടപ്പെട്ടു. അപ്പോൾ അയാളിങ്ങനെ സുജൂദിലിരിക്കുന്ന സമയത്താണ് ഓർമ്മ വന്നത്, ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ലല്ലോ. എന്ത് ചെയ്യുന്നറിയോ? നേരെ എണീറ്റിക്കുക, എന്നിട്ട് ഫാത്തിഹ ഓതുക, വീണ്ടും സൂറത്ത് ഓതുക, റുക്കുവിലേക്ക് പോവുക. അഥവാ അടുത്ത റക്അത്തിൽ ആ സ്ഥാനത്ത് എത്തിയിട്ടില്ല എങ്കിൽ മടങ്ങി വരിക. ഒന്നുകൂടി മനസ്സിലാക്കി തരാം. ഒരാൾ സുജൂദിലെന്ന് വിചാരിക്കാം. മഗ്‌രിബ് നമസ്കാരത്തിൽ അയാൾ എന്താ? സുജൂദിലാണ്. അപ്പോഴാണ് ഓർമ്മ വന്നത് എന്ത്? റുക്കൂ ചെയ്തിട്ടില്ലല്ലോ. ഫാത്തിഹ ഓതി സൂറത്ത് ഓതി അല്ലാഹു അക്ബർ റുക്കൂവിൽ പോണതിന് പകരം നേരാണ് സുജൂദ് പോയി. എന്ത് ചെയ്തിട്ടില്ല? റുക്കൂ പോയിട്ടില്ല. റുക്കൂ നിസ്കാരത്തിന് എന്താ? റുക്കിനാണ്, നിർബന്ധമാണ്. റുക്ക് എന്ന് പറഞ്ഞാൽ പില്ലറാണ്. ആ പില്ലർ പോയി കഴിഞ്ഞാൽ ബിൽഡിങ് തകർന്നു. അത് മറന്നിട്ടാകട്ടെ മനഃപൂർവ്വമാകട്ടെ സുജൂദിൽ പോയപ്പോഴാണ് ഓർമ്മ വന്നത് റുക്കൂവിൽ പോയി. അയാൾ നേരെ എന്ത് ചെയ്യുന്നറിയോ? ആ സുജൂദ് നേരെ എണീറ്റ് റുക്കൂക്ക് തന്നെ വരിക. ക്ലിയറായി. പിന്നെ എന്ത് ചെയ്യണം? സുജൂദ് സഹ്വ് ചെയ്യണം അവസാനം. പക്ഷെ അയാൾ സുജൂദിലും ഓർമ്മ വന്നില്ല. പിന്നീട് അടുത്ത റക്അത്തിലേക്ക് എണീറ്റ് ഫാത്തിഹ കഴിഞ്ഞു, പിന്നെ അടുത്ത റുക്കൂവിലാണ് ഓർമ്മ വന്നത്, കഴിഞ്ഞ റക്അത്തിൽ ഇപ്പോൾ ഞാൻ റുക്കൂ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? കഴിഞ്ഞ ഒരു റക്അത്ത് ക്യാൻസൽ. ഇപ്പോൾ നിസ്കരിക്കുന്ന ആ റക്അത്ത് 1ാമത്തെ റക്അത്തായി തീരും. മനസ്സിലായോ? റുക്കിന് അയാൾ മനഃപൂർവമാകട്ടെ അതല്ലെങ്കിൽ മറന്നുകൊണ്ടാകട്ടെ ഒഴിവാക്കിയാൽ ആ റുക്കിനിലേക്ക് അടുത്ത റക്അത്തിൽ എത്തുന്നതിന് മുമ്പാണ് ഓർമ്മ വന്നതെങ്കിൽ ആ റുക്കിനിലേക്ക് മടങ്ങി വരണം. അതല്ല അതിന് ശേഷമാണ് എങ്കിൽ
രണ്ടാമത്തെ റക്കായത്ത് ഒന്നാമത്തെ റക്കായത്തായി പരിഗണിക്കുക. അപ്പം ഇത് 5 റക്കായത്ത് നിസ്കരിക്കേണ്ടത് ളുഹർ, കാരണം ഒന്നാമത്തെ റക്കായത്ത് ക്യാൻസലായി പോയി. പിന്നെ സുജൂദ് സഹ്വ് ചെയ്യുകയും വേണം. ഇതാണ് ഏത് റുക്കിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? റുക്കിൻ നിർബന്ധമാണ്. അടുത്ത് വാജിബ് എന്തെന്നാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മനഃപൂർവ്വം വിട്ടുപോയാൽ നിസ്കാരം ബാത്തിലാവും. നമുക്കൊരു ഉദാഹരണം എടുക്കാം. നിസ്കാരത്തിൻ്റെ വാജിബാത്തുകൾ, തക്ബീറത്തുൽ ഇഹ്റാം ഒഴികെയുള്ള തക്ബീറുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ റുക്കിനാണ്. റുക്കുവിലേക്ക് പോയി അല്ലാഹു അക്ബർ, ആ അല്ലാഹു അക്ബർ റുക്കിനല്ല. അല്ലാഹു അക്ബർ എന്ന ആ പ്രവൃത്തിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ആ അല്ലാഹു അക്ബർ എന്ന ചൊല്ലൽ. ഒരാൾ റുക്കുവിലേക്ക് പോയപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ സുജൂദിലേക്ക് പോയപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞില്ല. അതയാൾ മനഃപൂർവ്വം സമയം തീരെ ബസ് ഇപ്പോഴും വരാനായിട്ട് എല്ലാ അല്ലാഹു അക്ബറും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബസ് കിട്ടൂല, അത് കുറച്ച് അല്ലാഹു അക്ബറിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നേരെ കുറേ കട്ട് ചെയ്തു പോയി. അങ്ങനെ മനഃപൂർവ്വം വാജിബാത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ബാത്തിലായി. മറന്നുകൊണ്ടാണെങ്കിലോ, ഇത് നോക്കുക, മറന്നുകൊണ്ടാണെങ്കിലോ അറിയാതെ വിട്ടുപോയാൽ അത് വീണ്ടും ചെയ്യേണ്ടതില്ല. അവസാനം സലാം വീട്ടും മുമ്പ് സഹുവിൻ്റെ 2 സുജൂദുകൾ ചെയ്താൽ മതിയാവും. അത് പെട്ടെന്ന് മനസ്സിലാക്കിയ ഒരു ഉദാഹരണം പറയാം. ളുഹർ നിസ്കരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ തശഹുദിനിരിക്കണം. ഈ തശഹുദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത്തഹിയാത്തിനിരിക്കണം എന്നാണ് പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്തുണ്ട്, നാലാമത്തെ റക്അത്തിൽ അത്തഹിയാത്തുണ്ട്. രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് അഥവാ ഒന്നാമത്തെ അത്തഹിയാത്ത് എന്ന വാജിബാണ്, റുക്കിനല്ല. ഒരാൾ എന്ത് ചെയ്യുന്നറിയോ, ചിലപ്പോഴൊക്കെ നമ്മൾ നിസ്കാരം സംഭവിക്കാറുണ്ട്, ഇമാമിന് സംഭവിക്കാറുണ്ട്. രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കുക, അതിപ്പോൾ 2 ആണോ 3 ആണോ, അയാളെന്ന് എണീറ്റു. അങ്ങനെ അയാൾ എണീക്കുന്ന വേളയിലാണ് പൂർണ്ണമായിട്ടാണ് എത്തിയിട്ട് മുകളിലേക്ക് എത്തിയില്ല, അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പം ഇമാം ഇരുന്നു, കുഴപ്പമില്ല. എന്നാൽ അയാൾ ഇങ്ങനെ എണീറ്റ് പൂർണ്ണമായി നിന്നു. അപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു, ഞാൻ അത്തഹിയാത്ത് ഇരുന്നിട്ടില്ലല്ലോ, വീണ്ടും മടങ്ങണോ? അയാൾ മനഃപൂർവ്വം അല്ല ചെയ്ത്, മറന്നുകൊണ്ടാണ്. വീണ്ടും മടങ്ങേണ്ടതില്ല. പക്ഷേ നമസ്കാരത്തിൽ ഒരു വാജിബ് നഷ്ടപ്പെട്ടു പോയി എന്ന കാരണത്താൽ നമസ്കാരത്തിൻ്റെ അവസാനം ചെയ്യണം, മറവിയുടെ 2 സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അറിയാതെ വിട്ടുപോയാൽ അത് വീണ്ടും ചെയ്യേണ്ടതിൽ അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് സഹുവിൻ്റെ 2 സുജൂദുകൾ ചെയ്താൽ മതിയാകുന്നതാണ്. അപ്പോൾ റുക്കിന് അത് മറന്നു ചെയ്താലും ശരി മനഃപൂർവ്വം ചെയ്താലും ശരി അത് കുറച്ച് അപകടമാണ്. എന്നാൽ വാജിബ് മനഃപൂർവ്വം ചെയ്ത നിസ്കാരം പാകത്തില്ല, പക്ഷെ മറന്നുകൊണ്ട് ചെയ്താൽ അത് പരിഹരിക്കപ്പെടും. എന്തുകൊണ്ട്? സുജൂദ് സഹു മുഖേന പരിഗണിക്കപ്പെടും. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, അതൊരാൾ ചെയ്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തെ ബാധിക്കും. ഒരു പക്ഷേ നിസ്കാരത്തിൻ്റെ കൂലി കുറയും. അതും അങ്ങനെ റസൂൽ പറഞ്ഞു കേട്ടോ. ചില ആൾക്കാർ ആ നിസ്കാരത്തിൽ ഒരാൾക്ക് നിസ്കാരത്തിന് 10-1 കിട്ടുള്ളൂ. അയാൾ അള്ളാഹ് ഒരു നിസ്കാരത്തിന് 100 കൊടുക്കാൻ വിചാരിച്ചെങ്കിൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ 10 കിട്ടുള്ളൂ, ചില ആൾക്ക് 20, ചില ആൾക്കാർക്ക് 30, ചില ആൾക്കാർക്ക് ഇങ്ങനെ കൂടി 100. അപ്പം എങ്ങനെ കുറവ് വരുന്നത്? അത് നിസ്കാരത്തിൻ്റെ ഖുശൂഇൻ്റെ കമ്മി, ഭയഭക്തിൻ്റെ കമ്മി, അതേപോലെ തന്നെ ചെല്ലാതിരിക്കുക, ചില സുന്നത്തുകൾ ഒഴിവാക്കുക, ചില സമയത്ത് സുന്നത്തുകൾ ഒഴിവാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം കൂലി കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നാണ്. അപ്പോൾ സുന്നത്ത് എന്ന് പറയുന്നത് എന്തിനാ? നമ്മൾ മിക്ക ആൾക്കാരും ഒരു കാര്യം ഉണ്ടെന്നറിയോ, അതിപ്പോൾ സുന്നത്ത് നിസ്കാരമല്ലേ എന്ന് പറഞ്ഞാൽ മൗലവി സുന്നത്ത് നിസ്കാരത്തിൽ ഖുർആൻ ഓതണം, സൂറത്ത് ഓതണം അല്ലേ? സുന്നത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ മാത്രം പോരെ. ചൊവ്വര് നോക്കുകയാണെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിലാണ് കൂടുതൽ ചെല്ലേണ്ടത്. സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ റവാത്തീവ് മാത്രമല്ലല്ലോ. റവാത്തീവ് എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾക്കാണ് റവാത്തീവ് എന്ന് പറയുന്നത്. ളുഹറിൻ്റെ മുമ്പ് 2 അല്ലെങ്കിൽ 4, ളുഹറിന് ശേഷം 2 അല്ലെങ്കിൽ 4, മഗ്‌രിബിന് ശേഷം 2, ഇശാന് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2. ഇതൊക്കെയാണല്ലോ റവാത്തിബ്, ഫർദ് നമസ്കാരത്തിന് മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ. ആ നിസ്കാരം അതേപോലെ തന്നെ ഖിയാമുൽ ലൈൽ സുന്നത്താണ്, ദുഹാ നിസ്കാരം സുന്നത്താണ്. സുന്നത്ത് നമസ്കാരങ്ങൾ പരമാവധി എവിടെ നിസ്കരിക്കണം? വീട്ടിലാണ് നിസ്കരിക്കേണ്ടത്. അതുകൊണ്ട് റസൂലുള്ളാഹി സുദീർഘമായി നമസ്കരിച്ച നിസ്കാരമാണ്.
ആ നിസ്കാരങ്ങൾ സുദീർഘമാക്കിയാണ് ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ. അപ്പോൾ ഫാത്തിഹയിൽ അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. മൗലവി സുന്നത്ത് നിസ്കാരത്തിൽ വജ്ജത്ത് ഓതണോ? അത് ഓതാതൊക്കെയല്ല ചെയ്യേണ്ടത്, ഓതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഒരു വട്ടം സുബ്ഹാൻ റബ്ബിൽ അസീം പറഞ്ഞോ? അല്ല, അത് കൂടുതൽ ചൊല്ലിക്കോളി. അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതല്ല, ഒഴിവാക്കാൻ ഉള്ളതല്ല. ഒഴിവാക്കിയ കുറ്റല്ല, നിസ്കാരത്തെ ബാധിക്കൂല, അതിന് കൂലി കമ്മി ഉണ്ടാവും എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊരാൾ വിട്ടുപോയി എന്നുള്ളതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എന്തൊക്കെ റുക്കിനുകൾ, ആ റുക്കിനുകൾ അങ്ങനെ തന്നെ നിങ്ങൾ എണ്ണി പഠിക്കണമെന്നില്ല, ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവാണ്. എന്ന് പറഞ്ഞാൽ ഇത് നിർബന്ധമായിട്ടും നിസ്കാരത്തിൽ ഉണ്ടാകണം. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൈ കെട്ടലല്ല, കെട്ടണ്ട എന്നല്ല ഞാൻ പറഞ്ഞു. നമ്മൾ റുക്കിനും വാജിബ് വേർതിരിക്കുകയാണ്. ഈ കൈ കെട്ടുക എന്നത് റുക്കിനല്ല, മറിച്ച് അവിടെ അല്ലാഹു അക്ബർ എന്ന് പറയല് റുക്കിനാണ്. ഫാത്തിഹ ഓതൽ, ഫാത്തിഹ ആരൊക്കെ ഓതൽ എന്നൊക്കെ നമ്മൾ പിന്നെ പറയും. റുക്കൂയിൽ നിന്ന് ഉയരൽ, അല്ലെ? സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ആ ഉയർച്ച ഉണ്ടല്ലോ, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയല്ല റുക്കൂയിൽ നിന്ന്. അല്ല, റുക്കൂയിൽ നിന്ന് നേരെ സുജൂദ് പോവല്ല. അപ്പോൾ ഒരാൾ റുക്കിന് നഷ്ടപ്പെടുത്തും നടത്തും. ഈ അത്തിദാൽ, നേരെ ചൊവ്വ നിൽക്കൽ, സുജൂദിൽ നിന്ന് ഉയരൽ, രണ്ട് സുജൂദുകൾക്ക് ഇരുത്തം, ഇടയിലിരുത്തം എന്ന് പറയും, രണ്ട് സുജൂദുകൾക്ക് ഇടയിലുള്ള ഇരുത്തം. അവസാനത്തെ തശഹുദ് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അത്തഹിയാത്ത്. മഗ്രിബ് നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തുള്ള തശഹുദ് അത് വാജിബാണ്. മൂന്നാമത്തെ റക്അത്തുള്ള തശഹുദ് റുക്നാണ്. ഇശാ നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലുള്ള ഒന്നാമത്തെ അത്തഹിയാത്ത് വാജിബാണ്. നാലാമത്തെ റക്അത്തിലുള്ള അഥവാ രണ്ടാമത്തെ അത്തഹിയാത്ത് റുക്നാണ്. അയാള് അത് നിർവഹിച്ചില്ല എങ്കിൽ, അങ്ങനെ ആരും ചെയ്യലില്ല, എന്നാലും പറയാം, ഒരാളെന്ത് അവസാന റക്അത്തിൽ സുജൂദ് എണീറ്റ് നേരെ അസ്സലാമു അലൈക്കും തശഹുദൊന്നും ചെല്ലിയില്ല, അതിനിരുന്നില്ല എങ്കിലോ നിസ്കാരം ശരിയാവില്ല, റുക്കിന് നഷ്ടപ്പെടുത്തി നിർത്തും. അവസാനത്തെ തശഹുദിനായി ഇരിക്കൽ, സലാം വീട്ടില്ല. ഒരാൾ എന്ത് ചെയ്തു? അവസാനമായപ്പോൾ അയാൾ പൊട്ടിപ്പോയി, ശരിയാകോ? ഇല്ല, കാരണം സലാം വീട്ടണം എന്നർത്ഥം. പിന്നെ മറ്റൊന്നാണ് ശ്രദ്ധിക്കണം, തുമഇനീനത്ത് എന്ന് പറയും. നമ്മളെ മിക്ക കുട്ടികളും ഈ ഒരു സാധനം ഉണ്ടോ എന്നറിയില്ല. സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ നിസ്കാരത്തിനൊക്കെ ഉഷാറായിരിക്കും, പക്ഷേ ആ 100 മീറ്റർ ഓടിയത് എങ്ങനെയാണോ അത്ര സ്പീഡിലേക്ക് കാരണം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, പെരും സ്പീഡിൽ. തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ അടങ്ങി ഒതുങ്ങി നിൽക്കുക എന്നാണ്. ആ സംഭവം അറിയോ? ഹദീസ് മുഹദ്ദിസീങ്ങൾക്കിടയിൽ ഹദീസ് മുസീഉൽ സലാം, നിസ്കാരം അഭംഗിയായി നമസ്കരിച്ച ഒരാളുടെ ഹദീസ് എന്ന പ്രസിദ്ധമായൊരു ഹദീസ് ഉണ്ട്. നബി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നിസ്കരിച്ചു, വേഗം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് നബി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നബി പറഞ്ഞു അലൈക്കും സലാം, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, മടങ്ങിപ്പോയി ഇനി നിസ്കരിക്കുക, എൻ്റെ നിസ്കാരം ശരിയായില്ല. അദ്ദേഹം വീണ്ടും അങ്ങനെ തന്നെ നിസ്കരിച്ചു. നബി വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞു. 3 പ്രാവശ്യം അവസാനം നബി എനിക്ക് ഇങ്ങനെയല്ല നിസ്കരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് ഇങ്ങനെയല്ല നിസ്കരിക്കുക, ഈ സ്പീഡിലല്ല പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം നബി പറഞ്ഞു, ഇദാ ഖുംത ഇല സ്വലാത്തി, ഈ നിസ്കാരത്തിന് വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഉളുവെടുക്കണം. അങ്ങനെ ഓരോന്ന് അതിൻ്റെ അടിയിലൊക്കെ സുമ്മർക ഹത്താ തഅതദില റാക്കിഅൻ, നീ റുക്കൂ ചെയ്യുക, അതിലൊന്ന് അടങ്ങി ഒതുങ്ങുക, സുജൂദ് ചെയ്യുക, അടങ്ങി ഒതുങ്ങുക. എന്താ ഈ അടങ്ങി ഒതുങ്ങുക എന്ന് പറഞ്ഞാൽ, ഒന്ന് റുക്കൂ ചെയ്തിട്ട് ആ ആട്ടം അനക്കമൊക്കെ നിൽക്കുക. ഞാൻ റുക്കൂവിൽ പോയി പിന്നെ പെട്ടെന്ന് എണീറ്റിക്കല്ല, അത് പോയി കഴിഞ്ഞ് ആ ആട്ടം അനക്കം ഒന്നും ഒതുങ്ങുക, ഒന്ന് സുക്കൂനാകുക, പിന്നെ എണീക്കുക. അത് നിർബന്ധമാണ്. അപ്പോൾ ഒരാൾ അങ്ങനെയല്ല, സ്പീഡിലാണ്, എക്സ്പ്രസ് ഹൈവേയിലൂടെ പോകുന്ന രൂപത്തിലാണ് നിസ്കരിച്ചെങ്കിൽ റുക്കിനാണ്, നിസ്കാരം ശരിയാവില്ല. മനസ്സിലായില്ലേ? പിന്നെ അടക്കവും ഒതുക്കവും ഉണ്ടായിരിക്കണം എന്നാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി ചില നിസ്കാരങ്ങളെ മൃഗങ്ങളുടെ ചില ചെയ്തികളുമായി താരം ചെയ്ത്, കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കുക, സുജൂദൊക്കെ പെട്ടെന്ന്. കുറുക്കം തിരിഞ്ഞു വെക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്കാരത്തിൽ. നിങ്ങൾ ഹറമിലൊക്കെ പോയി കാണേണ്ട, ചിലപ്പോൾ അറിയാം, ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന ചില ആൾക്കാർ അല്ലാഹു അക്ബർ ഇങ്ങനെ നോക്കും നിസ്കാരത്തിൽ. കുറേ ആൾക്കാരെ അങ്ങനെ കാണാൻ സാധിക്കും.
അത് നിസ്കാരത്തിൽ അങ്ങോട്ടും ഇവിടെ നോക്കലാണ്. യഖ്തലിസു ശൈത്താൻ, ശൈത്താൻ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞു. നമസ്കാരത്തിലേക്ക് ആകാശത്തിലേക്ക് നോക്കുന്ന ആളുകളെ തല കഴുതയുടെ തലയായി പോവെ ഭയപ്പെടുന്ന റസൂൽ പറഞ്ഞു. അപ്പോൾ അതിൽപ്പെട്ടാണ് ഈ കാക്ക കൊത്തുന്ന കോഴി കൊത്തുന്നത് പോലെ എന്ത് ചെയ്യുക, അതിവേഗം. അത് പാടില്ലാത്തതാണ്. നിസ്കാരം ശരിയാവില്ല. അപ്പോൾ കുട്ടികളോടാണ് ഇത് കാര്യമായി പറയേണ്ടത്. ഏത് ഈ സ്പീഡ് നിസ്കാരം, സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് കളിക്കാൻ പോകാനുള്ള ആഗ്രഹത്താലുള്ള നിസ്കാരം അത് ശരിയായി നോക്കണം. പിന്നെ തെർത്തീബ് ക്രമപ്രകാരം ചെയ്യണം. അപ്പോൾ എല്ലാവരും ക്രമപ്രകാരം തന്നെ ചെയ്യാറുള്ളത്. ആദ്യം സുജൂദ് പോയിട്ട് പിന്നെ റുക്കൂക്ക്, അങ്ങനെയല്ല. ആ ക്രമം തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്നർത്ഥം. നിസ്കാരത്തിൻ്റെ വാജിബാത്തുകൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. തക്ബീറത്ത് ഒഴികെയുള്ള മറ്റ് തക്ബീർ. അല്ലാഹു അക്ബർ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ തക്ബീർ വെച്ച് റുക്കൂവിലേക്ക് പോവുക, പിന്നെ സുജൂദിലേക്ക് പോവുക, ഇടയിരുത്തം, വീണ്ടും സുജൂദിലേക്ക് പോവുക, അടുത്ത റക്അത്തിലേക്ക് എണീക്കുക, അവിടേക്ക് അല്ലാഹു അക്ബർ ചെല്ലുക. അതൊരാൾ മനഃപൂർവ്വം ഒഴിവാക്കി കഴിഞ്ഞാൽ നിസ്കാരം ശരിയാവില്ല എന്നർത്ഥം. പിന്നെ റുക്കൂവിലുള്ള പ്രാർത്ഥന, സുബ്ഹാൻ റബ്ബിയൽ അദീം എന്നൊക്കെയുള്ള പ്രാർത്ഥന, അത് ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കുക പാടില്ലാത്തതാണ്. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാം. അതുപോലെ പിന്നെ ഇഅ്തിദാലിലെ പ്രാർത്ഥന, സുജൂദിലെ പ്രാർത്ഥന, ഇടയിരുത്തലിലെ പ്രാർത്ഥന, ചിലയിൽ ഒന്നാമത്തെ തശഹുദ്, ഒന്നാമത്തെ തഹിയ്യാത്ത്, അതേപോലെ അതിനുവേണ്ടി ഇരിക്കുക, അതൊക്കെയാണ് വാജിബാത്തുകൾ. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പണ്ടൊക്കെ പറയാനുണ്ട്, മുജാഹിദീങ്ങൾ നിസ്കാരത്തിൻ്റെ അത് കട്ടു ഇത് കട്ടു. അതെന്തേ? ആ പണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ 2ാം ക്ലാസ്സിലുള്ള കുട്ടിയൊക്കെ അതിനനുസരിച്ചുള്ള കൊടുക്കും. 5-ലോ 6-ലോ ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടെ വിശാലമായി കൊടുക്കും. അപ്പോൾ റുക്കുനുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ആദ്യം കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ കുട്ടിയൊന്നുകൂടി വലുതാകുമ്പോൾ കൂടുതൽ കൊടുക്കും. ഇനി അതല്ലെങ്കിൽ തന്നെ ഇങ്ങനെ എണ്ണിട്ട് കൊടുക്കാൻ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞു കൊടുക്കും. അതിൽ റുക്കിന്, ഫർള്, ഷർത്ത് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ കട്ടതും വിട്ടതും എന്നല്ല, അത് മറ്റുള്ളവരുടെ പുസ്തകത്തിലും അങ്ങനെ തന്നെ. ചെറിയ ക്ലാസ്സിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. വലിയ കുട്ടികളാകുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ റുക്കിന് വാജിബ് എന്നൊക്കെ പറഞ്ഞ് സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ പണ്ഡിതന്മാർ ചെയ്തതാണ്. നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ, ആ സുന്നത്തുകൾ 2 രൂപത്തിലാണ്. ഒന്ന് ദിക്റുകളായി ചൊല്ലുന്ന സുന്നത്തുകൾ, അല്ലാഹു അക്ബർ, സമി അല്ലാഹു ലിമൻ ഹമിദ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നാവ് കൊണ്ടുള്ള സുന്നത്തുകളുണ്ട്. മറ്റൊന്ന് പ്രവൃത്തി കൊണ്ടുള്ള സുന്നത്തുകൾ. അല്ലെങ്കിലും ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചു, നമ്മൾ ഈ ഒരു ഏതാനും മണിക്കൂറുകളുള്ള ഈ ഒരു ക്ലാസ്സിൽ നിസ്കാരം പൂർണ്ണമായിട്ട് എടുക്കാൻ കഴിയില്ല. കൊറോണ കാലത്ത് പിന്നെ ഒരു ദിവസം 10 മിനിറ്റ് എന്ന തോതിൽ നമ്മളൊരു നിസ്കാരത്തിൻ്റെ ക്ലാസ് ചെയ്തിരുന്നു. 241 ക്ലാസ് ഉണ്ട്. അത് ഒരു പക്ഷേ യൂട്യൂബിൽ കിട്ടും അത്. അപ്പോൾ ഒന്നുകൂടെ വിശദമായ രൂപത്തിൽ തെളിവുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ്, യൂട്യൂബിൽ കിട്ടും. നിസ്കാരത്ത് എന്നുള്ളത് അടിച്ചു നോക്കിയാൽ മതി. ഇവിടെ നിസ്കാരത്തിൻ്റെ റുക്കിന്, വാജിബ്, ഫർള് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് കാണും. അതുകൊണ്ട് എണ്ണത്തിൽ നോക്കേണ്ടതില്ല, ഇതിലൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. തക്ബീറത്തുൽ ഇഹ്റാം, കൈകൾ ഉയർത്തൽ, റുക്കുവിലേക്ക് പോകുമ്പോൾ കൈകൾ ഉയർത്തൽ, ഇതൊക്കെ നിസ്കാരത്തിൻ്റെ സുന്നത്തുകളാണ്. നിസ്കാരത്തിൻ്റെ ഷർത്ത് നമ്മൾ മനസ്സിലാക്കണം. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഇതിന് ശരിയായാലേ നിസ്കാരം ശരിയാവുള്ളൂ. അതേപോലെ ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് പുറമേയുള്ള വസ്തുവായിരിക്കും. പുറമേയുള്ള ഏതൊരു കാര്യവും ഷർത്ത് എന്ന് പറഞ്ഞാൽ ആ കാര്യം സാധൂകരിക്കുവാൻ ആവശ്യമായ നിബന്ധനകൾക്കാണ് ഷർത്ത് എന്ന് പറയാം. നിസ്കാരത്തിൻ്റെ ഷർത്ത് പൂർത്തിയായാൽ മാത്രമേ നിസ്കാരം സ്വീകരിക്കുകയുള്ളൂ. അതൊന്നും മുസ്ലിം ആയിരിക്കുക എന്നാണ്. മുസ്ലിം അല്ലാത്ത ആൾക്കാർ നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. പിന്നെ ബുദ്ധി ഉണ്ടാകുക. ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ നിസ്കരിച്ച് അവർക്ക് ഹിസാബില്ല. അതുകൊണ്ട് ഒരേ ഇമാമത്ത് നിർത്തുക, അതൊന്നും പാടില്ല. നിസ്കരിച്ചിട്ട് അവർക്ക് സ്വീകാര്യയോഗ്യമാകുകയില്ല. അത് വകതിരിവുണ്ടാകുക. വകതിരിവ് എന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ ഒരു 5-6 വയസ്സുണ്ടാകുമ്പോഴൊരു വകതിരിവ് ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് വലിയ ഭ്രാന്തനൊന്നും ആവില്ല, പക്ഷെ വകതിരിവ് ഉണ്ടാവില്ല. കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കുന്നത്. പിന്നെ ശുദ്ധി ഉണ്ടാകുക, അല്ലെങ്കിൽ കുളിയായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, അത് ഉളുവായിരിക്കും. പിന്നെ നിസ്കാര സ്ഥലം, ശരീരം, വസ്ത്രം എന്നിവ നജസ് ഇല്ലാതാകുക. വിയർപ്പല്ല, ചെളിയല്ല, പൊടിയല്ല. കാരണം ഒരാൾക്ക് ഉളുവിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ പിന്നെ അയാൾ അടിക്കുന്ന എവിടെയാണ്? മണ്ണിലാണ്. അപ്പോൾ മണ്ണ് ഒരിക്കലും നജസ് അല്ല. നജസ് ഉള്ള മണ്ണാണ് എങ്കിൽ അത് മാറ്റി നിർത്താം.
മണ്ണ്, ചേറ്, ചെളി, പൊടി, മണൽ, ചരൽക്കല്ല്, ഇതൊന്നും എന്തല്ല ശരീരത്തിലായി വസ്ത്രത്തിലായി നിസ്കരിക്കുന്ന സ്ഥലത്ത് പാടത്തിൻ്റെ വരുമ്പോൾ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നില്ലേ? കുഴപ്പമില്ല, നജസല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് ഇല്ല എന്ന് ഉറപ്പിക്കണം. സംശയത്തിൻ്റെ പേരിൽ നിൽക്കരുത്. പള്ളിക്ക് ഇങ്ങനെ പോയി പെരും മഴ പെയ്തു, അങ്ങനെ ആ ഫാനിലെ തുണിയിലാകെ ചെളി തെറിച്ചു. പിന്നെ അടച്ചു പറയാം, ഈ വെള്ളപ്പം എവിടുന്ന് വരുന്ന, ആരൊക്കെ അപ്പോൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും, അപ്പോൾ അതങ്ങനെ ആയിക്കൂടെ, അപ്പം എൻ്റെ ഡ്രസ്സിന് ഇങ്ങനെ ആയിട്ടുണ്ടാവൂലേ, അപ്പം നിസ്കാരം ഇങ്ങനെ വേണ്ടാത്ത വിചാരം വേണ്ട, അതിൻ്റെ പിന്നാലെ വല്ലാതെ പോകണ്ട. കൃത്യമായി നജസ്സാണ് എന്ന് ബോധ്യമായാൽ മാത്രം ആണ് കേട്ടോ. പിന്നെ ഔറത്ത് മറക്കുക. സ്ത്രീകൾ ഔറത്ത് നിസ്കാരത്തിൽ മുഖവും മുൻകൈ വെച്ച് ബാക്കിയൊക്കെ മറച്ചിരിക്കുക. പുരുഷന്മാരാകട്ടെ പിന്നെ പുക്കൾ മുതൽ മുട്ട് വരെ മറക്കണം. അതോടൊപ്പം തോളും മറക്കേണ്ടതാണ്. നിസ്കാരത്തിൻ്റെ അടിയിൽ എന്തായി, ഒരാൾ ഔറത്ത് വെളിവായി. ഇപ്പോൾ തുണി ഓപ്പൺ തുണിയാണല്ലോ നമ്മൾ കേരളക്കാരെടുക്കാറില്ല. ഫാൻ ഇട്ടോട് സൈഡ് ഫാൻ ഇട്ട് ഒന്നായിട്ട് അടിച്ച് തുണിയൊക്കെ മാറിയെന്ന് ഔറത്ത് വെളി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. അതേപോലെ തന്നെ സമയമാകുക ജമ്മും കസറും അല്ല എങ്കിൽ കേട്ടോ, ജമ്മും കസറും അല്ല എങ്കിൽ സമയം, പിന്നെ നമ്മൾ ലാസ്റ്റ് പറയും സമയമാകുന്നതിന്. സമയമല്ല, ഇപ്പോൾ ചില ആൾക്കാർ പറയും സുബഹിക്ക് ഞാൻ ബസ്സിലേക്കാരം, അതുകൊണ്ട് സുബഹിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പാടില്ല എന്നർത്ഥം. പിന്നെ ഖിബ്ലക്ക് നേരെ തിരിയുക. നേരെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, നമ്മൾ ലോകത്തിൻ്റെ എവിടെ നിന്നാലും ശരി നമ്മളെ മനസ്സിൽ ഒരു ഖിബ്ല എവിടെയാണ് ധാരണ ഉണ്ടാകണം. ലോകത്തിൻ്റെ ഒരു മാപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇപ്പോൾ ഒരു അമേരിക്കക്കാരനാണ് എങ്കിൽ അയാൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കേണ്ടത്. ഒരു ഇന്തോനേഷ്യക്കാരനാണ് എങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കേണ്ടത്. ഒരാൾ ദക്ഷിണാഫ്രിക്കയിലാണ് എങ്കിൽ അയാൾ വടക്കോട്ട് ഏകദേശം വടക്ക് കിഴക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കേണ്ടത്. ഒരാൾ റഷ്യയിലാണെങ്കിൽ, റഷ്യ വിശാലമായ സ്ഥലമാണ്, അപ്പോൾ ഏകദേശം തെക്കോട്ട് തിരിഞ്ഞ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ ലോകത്തിനൊരു മാപ്പ് ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ. അതേപോലെ തന്നെ അലാമാത്തിൻ വബിന്നജിയും യഹ്തദൂൻ, അടയാളങ്ങൾ നക്ഷത്രങ്ങൾ കൊണ്ടൊക്കെ വഴി കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെ തന്നെ നിഴൽ നോക്കി എന്ത് ചെയ്യണം, നമുക്ക് ഏറെക്കുറെ കണ്ടെത്താൻ സാധിക്കേണ്ടതുണ്ട് ഖിബ്ല എവിടെയാണ്. ഒരു നാട്ടിലെത്തി നമുക്ക് പരിചയമില്ലാത്ത നാടാണെങ്കിൽ പള്ളിൻ്റെ മിനാരം കണ്ടാൽ അറിയാം, ആൾക്കാരോട് ചോദിച്ചു നോക്കാം. ഇതിനൊന്നും നിർവാഹമല്ല എങ്കിൽ നമ്മൾ ഏകദേശം ഇങ്ങനെ എന്ത് ചെയ്യുക, ഗവേഷണം നടത്തി നോക്കുക. സൂര്യൻ ഇപ്പോൾ അവിടെയാണ്, അപ്പോൾ ളുഹറിൻ്റെ ഇപ്പോൾ സമയം എത്രയായി, അപ്പോൾ അങ്ങനെ ഇരിക്കുക, അപ്പോൾ ഇങ്ങനെ ഇരിക്കുക. ഒന്ന് ഗവേഷണം നടത്തിയിട്ട് നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ ഖിബ്ലക്ക് ശരിയായിട്ടില്ലല്ലോ, കുഴപ്പം ഇല്ല എന്നർത്ഥം. പിന്നെ നീയത്ത് മനസ്സിലുണ്ടാകും. ചില പണ്ഡിതന്മാർ നിസ്കാരത്തിന് റുക്കിനായി എണ്ണിയിട്ടുണ്ട്, മറ്റു ചില പണ്ഡിതന്മാർ നിസ്കാരത്തിൻ്റെ ഷർത്തായി എണ്ണിയിട്ടുണ്ട്. ഇതൊരു എക്സസൈസ് അല്ല, നിസ്കരിക്കുകയാണ് റബ്ബിന് വേണ്ടി. എനിക്ക് നരകം കിട്ടരുത്, സ്വർഗം കിട്ടണം, കൂലി ഉണ്ടാകണം, എൻ്റെ നിർബന്ധ ബാധ്യത നിർവഹിക്കുകയാണ് എന്ന മനസ്സിൽ ഒരു ബോധം ഉണ്ടാകണം. അതേതായാലും ചൊല്ലി പറയലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നീയത്ത് എന്ന് പറഞ്ഞാൽ? അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നീയത്ത് എന്ന് പറഞ്ഞാൽ ഉസല്ലി ഫർലുഹരി എന്ന് പറഞ്ഞാൽ ചൊല്ലി പറഞ്ഞില്ലെങ്കിൽ റാഹത്താവില്ല. നോമ്പിനും അങ്ങനെ തന്നെ നബൈത്തു സൗമഹദി, അതൊരാൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ നമ്മളെ കുട്ടികളായിരുന്ന കാലത്ത് നോൽമ്പില്ല കേട്ടോ, ഞാനേ നീയത്ത് വെക്കാൻ മറന്നു. അപ്പോൾ നമുക്ക് മനസ്സിൽ നേരം പോലത്തെ നോൽമ്പിടാൻ പോകും, അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നീയത്ത് ചൊല്ലാൻ മറന്നു, വാപ്പ ചൊല്ലി തന്നില്ല. നീയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക, ഉദ്ദേശം എന്നാണ്. വമഹല്ലുഹു അൽ ഖൽബ്, അതിൻ്റെ സ്ഥാനം എവിടെയാണ്? ഹൃദയമാണ്. നാളെ ഇപ്പോൾ കോഴിക്കോടൊന്നും പോകണം, അവിടെ ഒരു കല്യാണമുണ്ട്, അത് നാവുകൊണ്ട് പറഞ്ഞാലേ ശരിയാകുള്ളൂ, അല്ല, ഒരു പ്ലാന് മനസ്സിലുണ്ടായി. ഇതേപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ ലോറ് സ്കരിക്കുക, മഗ്‌രിബ് സ്കരിക്കുക, ഇശ സ്കരിക്കണം എന്നൊരു ബോധം, അതിനാണ് നീയത്ത് എന്ന് പറയാം. അപ്പോൾ ഒരാൾ ചൊല്ലി പറഞ്ഞു, അതിന് ഭാഷാപരമായി നീയത്ത് എന്ന് പറയില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയത്ത്, എല്ലാ കർമ്മങ്ങളും നീയത്ത് കൊണ്ടാണ്. എല്ലാ കർമ്മത്തിനും നീയത്ത് വേണം. അങ്ങനെയെങ്കിൽ ചൊല്ലി പറയുന്നതിനൊക്കെ നിസ്കാരത്തിന്, നോമ്പിന് ഒക്കെ ചൊല്ലി പറയാറുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ നീയത്ത് എല്ലാത്തിനും വേണം. അപ്പോൾ ചൊല്ലിപ്പറയൽ നിസ്കാരത്തിനും നോമ്പിനും. ബാക്കിയുള്ളതിനോ വഫീ ബുദ്അത്തി അഹദികും സദഖ,
നിങ്ങൾ നിങ്ങളുടെ ഇണകളെ സമീപിക്കുന്നത് പോലും കൂലിയാണെന്ന് പറഞ്ഞു. ആരെങ്കിലും ചൊല്ലി പറയലുണ്ടോ? അറബിയിൽ മലയാളത്തിൽ ചൊല്ലിക്കൊടുക്കുക ഇല്ല. കൂലി ഉണ്ടാകണ്ടേ? കൂലി വേണം. കൂലി വേണമെങ്കിൽ നീയത്ത് വേണം. അപ്പം നീയത്തുണ്ടോ? നീയത്ത് ഉണ്ടാകണം. അത് ചൊല്ലലാണോ? അല്ല. വമഹല്ലുഹു അൽ ഖൽബ്, അതിൻ്റെ സ്ഥാനം എന്താണ്? ഹൃദയമാണ്. ഒരു ഭിക്ഷക്കാരൻ നടന്നു വരുന്നു, അയാൾക്കൊരു 50 രൂപ കൊടുക്കുന്നു. അറബിയിൽ ആദ്യം ചൊല്ലിക്ക് അതസദ്ദഖു ഹാദാ 50 റൂബിയ ലിഹാദിൽ ഫഖീർ ലില്ലാഹി തആല. ഈ ഫക്കീറിന് 50 രൂപ കൊടുക്കാൻ ഞാൻ ഇതാ നീയത്ത് ചെയ്തിരിക്കുന്നു. പറയലുണ്ടോ? ഇല്ല. നീയത്ത് ഉണ്ടാകുന്നാലേ കൂലി കിട്ടുള്ളൂ. അപ്പൊ ചൊല്ലിയില്ലെങ്കിലോ? ചൊല്ലിയില്ലെങ്കിൽ ചൊല്ലിപ്പറയലാണ് നീയത്തെങ്കിൽ അത് കൂലി കിട്ടൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു കർമ്മത്തിനും നീയത്ത് ചൊല്ലലില്ല. ഇനി ഹജ്ജിന് ലബ്ബൈക അല്ലാഹുമ്മ ഉംറ അല്ലെങ്കിൽ ഉംറക്ക് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് ചൊല്ലല് അത് തൽബിയത്താണ്. അതെന്തല്ല, ചില ആൾക്കാർ ധരിച്ചതാണ് അത് നീയത്ത് ചൊല്ലലാന്നുള്ളത്. അതിനെ വ്യക്തമായി മനസ്സിലാക്കാൻ ഒരാൾ ഹജ്ജിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് ചൊല്ലിയില്ല എന്ന് വിചാരിക്കുക, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് ചൊല്ലിയില്ല, മറിച്ച് റബ്ബേ ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കുക, ഹജ്ജിൽ കയറുക എന്ന് മനസ്സ് കരുതി എങ്കിൽ അയാളുടെ ഹജ്ജിന് യാതൊരു തകരാറുമില്ല. അയാൾ ഹജ്ജും ഉംറയും കിട്ടിയെന്നർത്ഥം. അപ്പോൾ ഒരു കർമ്മത്തിനും ചൊല്ലി പറയില്ല. ഇനി ചൊല്ലി പറയുന്നതിന് നീയത്ത് എന്നല്ല പറയാ, തലഫുൽ എന്നാണ്. ലഫ്ല് തലഫുൽ ഉച്ചരിക്കുക. അപ്പോൾ നീയത്ത് വേണം, തലഫുൽ വേണ്ട. പക്ഷെ എന്നാലും ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ ചൊല്ലിയ സ്ഥിതിക്ക് ഇല്ലെങ്കിൽ ഒരു സുഖമല്ല എന്ന് പറയുക. നമ്മളെ സുഖം നോക്കിയിട്ടല്ല ഇബാദത്ത് തീരുമാനിക്കേണ്ടത് എന്നതും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നീയത്ത് മനസ്സിൽ കരുതുക എന്നാണ് പറഞ്ഞത് കേട്ടോ, മനസ്സിൽ കരുതുക. ഇനി നിസ്കാരം എന്തൊക്കെ ബാത്തിലാകുക പെട്ടെന്ന് പറഞ്ഞു പോവുക. ഒന്ന് നിസ്കാരത്തിനായിട്ട് സംസാരിക്കുക, എന്തൊക്കെ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുക. പണ്ട് കാലത്ത് പറ്റിയിരുന്നു. സഹായിമാൻ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയിരുന്നു. പിന്നീട് വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അടങ്ങി ഒതുങ്ങി അല്ലാഹുക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ആ പരിപാടി എന്താക്കി അവസാനിച്ചു. അത് ചെയ്യാറില്ല. പിന്നെ മനഃപൂർവ്വം തിന്നുക കുടിക്കുക അതും ഉണ്ടാകാറില്ല, പാടില്ല. കല്യാണത്തിനൊക്കെ പോയി കോഴിക്കഷ്ണൊക്കെ കുറച്ച് വായനകത്തുണ്ടെങ്കിൽ നിസ്കാരത്തിൻ്റെ അടിയിൽ എന്താക്കരുത്, അത് അമല് ചെയ്യരുത്, അതുകൊണ്ട് നിർത്തും. പിന്നെ അനാവശ്യമായ അധികരിച്ച ചലനങ്ങൾ ചിലപ്പോൾ ആവശ്യമാവും അല്ലേ, ചില ഇങ്ങനെ അത്യാവശ്യം ചൊറിയേണ്ടി വരും. ആ ചൊറിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കൂടെ ഒരു സ്വന്തമായിരിക്കും അല്ലേ, ഒരു ഇടങ്ങേറായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചൊറിയേണ്ടി വരും. ഷാഫി മദ്ഹബിലേക്ക് ചേർത്തിങ്ങനെ പറയാം, മൂന്ന് അനക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞ നിസ്കാരം പാത്തിലായി. അപ്പോൾ 3 നിസ്കാരം പാത്തിലായി. അങ്ങനെ ഏതായാലും ഉണ്ടാവില്ല. ഒരു ജലദോഷമുള്ള ഇമാമാണ്, അയാൾക്ക് പറയേണ്ടി വരും, എന്നാലേ ഓതാൻ കഴിയുള്ളൂ. എൻ്റെ നിസ്കാരം ബാത്തിലായി നിസ്കരിക്കുന്ന ഒരാളെ പിന്നെ ഞങ്ങളെങ്ങനെ നിസ്കരിക്കാനാ എന്ന് പറയേണ്ടതില്ല. അങ്ങനെ ഇടങ്ങേറെന്തില്ല, ഇസ്ലാമിലില്ല. ആവശ്യമില്ലാതെ അല്ലേ, ചില ഉത്രട്ട ആൾക്കാരൊക്കെ കാണാം, ഗൾഫിൽ പോയ ആൾക്കാർ, പുള്ളിക്കണ്ടേ ഇങ്ങോട്ടൊന്ന് നിസ്കാരത്തിൽ പിന്നെ ഒന്ന് വെക്കും അല്ലേ. അതേതായാലും പരിപാടി പാടില്ല എന്നർത്ഥം. അപ്പം തന്നെ ബട്ടൺസ് ഇടുക, ഒന്നയക്കുക ഉണ്ടാകാറില്ല, പക്ഷെ മനഃപൂർവ്വമുള്ള അത് പാടില്ല എന്നർത്ഥം. പിന്നെയോ ഉളു മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിപ്പോൾ ഈ ആൾക്കാർ ഇപ്പം എല്ലാവരും ഇനിയിപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ആണ് നിസ്കരിക്കുക, അത് പാടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, മൂക്ക് പൊത്തിപ്പൊടിച്ചതിന് ശേഷം ആ നിസ്കാരത്തിന് പിരിഞ്ഞു പോരട്ടെ. നിസ്കാരം ജമാഅത്ത് നടക്കുകയാണെങ്കിലും പ്രശ്നമല്ല. ഇമാമിൻ്റെ മുന്നിലൂടെ നടക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇമാമ് മറയാണ്, മഅ്മൂമിങ്ങൾ സഫൊക്കെ എന്താണ് ആ മറൻ്റെ ഉള്ളിൽ. അപ്പം അതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നതിന് പ്രശ്നമല്ല. ഒരു മഅ്മൂമിന് ഉളു മുറിഞ്ഞു, അയാൾ ഇതിപ്പോൾ ആൾക്കാരറിയാലോ, ഞാനല്ല മറ്റവനാന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിൽക്കുകയല്ല വേണ്ട, മൂക്ക് പൊത്തിപ്പിടിച്ച് അയാൾ പോരുക. മനുഷ്യ സഹജമാണ് അല്ലേ. അതേപോലെ തന്നെ ഔറത്ത് വെളിവാകൽ, ഞാൻ പറഞ്ഞു ഔറത്ത് വെളിവായി കഴിഞ്ഞാൽ പിന്നെ ഔറത്ത് വസ്ത്രം പൂർണ്ണമായി ഇല്ല ആൾക്കാരട്ടോ, ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഒന്നും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവില്ല അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായന്മാരോട് പറഞ്ഞിരുന്നു, സ്ത്രീകൾ പിന്നിൽ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പുരുഷന്മാർ സുജൂദിന് എണീറ്റതിന് ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ, എണീക്കാൻ പാടുള്ളൂ. കാരണം പൂർണ്ണമായി ഔറത്ത് മറക്കാനുള്ള വസ്ത്രം അവർക്ക് ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിലാണ് സൂചിപ്പിച്ചത്. പിന്നെ മറ്റൊന്ന്, നമസ്കരിച്ചു കൊണ്ടിരിക്കുക നീക്കാനാവാത്ത വിധം നജസ് ഉണ്ടായാൽ വസ്ത്രത്തിലോ ചെരുപ്പിലോ മറ്റോ നജസ് കാണുകയും ഔറത്ത് വെളിവാകാത്ത വിധം നമസ്കാരത്തിന് അത് ഊരി വെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക, നമസ്കാരം മുറിയുകയില്ല എന്നർത്ഥം. അപ്പോൾ വസ്ത്രത്തിൽ
തൊപ്പി ഉണ്ടായിന്, തൊപ്പിയിൽ നജസ് ആണ് പൂർണ്ണമായോ അയാൾ നീക്കി വെക്കട്ടെ, മാറ്റി വെക്കാം. മനസ്സിലായില്ലേ? അയാളെ പിന്നെ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീക്കി വെക്കുക. നീയത്ത് മാറൽ, ഒരാൾ ഇങ്ങനെ ളുഹ്ർ സ്കരിക്കുക, പെട്ടെന്ന് അയാൾക്ക് തോന്നി ഇന്നിപ്പോൾ സുബഹി സ്കരിച്ചിട്ടില്ലല്ലോ, ആണ് സുബഹി ആയിക്കോട്ടെ, പറ്റില്ല. അല്ലെങ്കിൽ ഒരാൾ ളുഹ്റിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുക, അയാൾ പറയാം ളുഹ്ർ ഇപ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞു, അപ്പോൾ ഈ 2 റക്അത്ത് ഞാൻ ളുഹ്ർ ആയിക്കോട്ടെ. നീയത്ത് മാറാൻ പാടില്ല എന്നർത്ഥം. പിന്നെ ഖിബ്ലയുടെ സ്ഥാനത്ത് നിന്ന് മാറുക കേട്ടോ. ഖിബ്ല അറിയാതെ നിസ്കരിക്കല്ല. അയാൾ പിന്നെ നിസ്കാരത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒന്ന് മുന്നോട്ട് പോകേണ്ടി വന്നു, പിന്നോട്ട് പോകേണ്ടി വന്നു, അപ്പോഴൊക്കെ ഒന്ന് ബാക്കോട്ട് വെക്കാം. എന്നാൽ അതിങ്ങനെ എബൌട്ടനായിട്ട് പോകാൻ പാടില്ല, അപ്പോൾ ഖിബ്ലൻ്റെ ദിശ തെറ്റി. മനസ്സിലായില്ലേ? ഒരാൾക്ക് എന്തായി, ഒരാൾ ഇപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നിസ്കരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് നിസ്കാരത്തിന് മുമ്പിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ ഒരു ആട് ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, നബി ഇങ്ങനെ നിസ്കരിക്കുകയായിരുന്നു, ആട് ഇതിലങ്ങ് വരുന്നുണ്ട്, അപ്പോൾ നബി മുമ്പിലേക്ക് നിന്നു, അപ്പോൾ ആട് ബാക്കിലേക്ക് പോയി. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടി ഇങ്ങനെ തിരിഞ്ഞു നിന്നാലോ ദിശ മാറി. മനസ്സിലായില്ലേ? ഖിബ്ലയുടെ ദിശ മാറാൻ പാടില്ല. ഇനി നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ എവിടെ പറഞ്ഞാലും ശരിയായില്ല. ചില പള്ളികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആളുകളുടെ പല്ലിന് പോലെ ഒരു പല്ല് അങ്ങോട്ട്, ഒരു പല്ല് ഇങ്ങോട്ട്, കുറേ മുമ്പോട്ട്, കുറേ ബാക്കോട്ട്, അങ്ങനെയാണ് നിസ്കാരം. അങ്ങനെ നിസ്കരിച്ചാൽ നമുക്ക് റാഹത്താവില്ല. ഒന്ന് അടുപ്പിച്ച് നിർത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകണം, എങ്ങനെ പിടിച്ചാലും കിട്ടൂല. കുറച്ചൊക്കെ ഒരു പിന്നെ മയം കാണും നമ്മുടെ പള്ളികൾ. പക്ഷെ നമ്മളെ പള്ളികളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് സഫിൽ കുറച്ച് ആൾക്കാർ, പിന്നെയോ രണ്ടാമത് സഫും ഒന്നാമത് സഫിൻ്റെ സൈഡും ഒക്കെ ആണെങ്കിൽ പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായില്ല. ഒക്കെ അവനവൻ സ്വതന്ത്രനാണ്. ഞാൻ ഇപ്പോൾ ഓൻ്റെ കാലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, ഓൻ്റെ കാലിൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ള ഒരു ഐത്തം അതൊരിക്കലും പാടില്ല. എത്ര ഹദീസുകളിലൂടെയാണ് നമസ്കാരത്തിൻ്റെ നൃത്തത്തെക്കുറിച്ച് പറഞ്ഞത് നോക്കി നിങ്ങൾ. അത് സഫ് ശരിയാകും, ഒന്ന് പരസ്പരം ചേർന്ന് നിൽക്കണം എന്നാ, അടുത്ത ആൾ ആ ചൂടൊക്കെ മേത്ത് തട്ടിക്കോട്ടെ, അപ്പോൾ ആ രൂപത്തിലുള്ള ഐക്യം ഉണ്ടായിരിക്കണം എന്നാണ്. അതേപോലെ കാലുകൾ മിതമായ രീതിയിൽ അകറ്റി വെക്കുക, പറ്റ ഇങ്ങനെ സ്റ്റാൻഡേർഡൈസ് എന്ന് പറഞ്ഞവർക്ക് ആ രൂപത്തിൽ നിൽക്കരുത്. എന്നാൽ ഇങ്ങനെ പറ്റ ഒട്ടി ഒന്ന് വെല്ല തൊട്ടാണ് ബാലൻസ് ഇല്ലാതെ വീഴുന്ന കോലത്തിലും ആകാൻ പാടില്ല. ഒരു പാകത്തിനാണ് നിൽക്കേണ്ടത്. 2 വ്യക്തികൾക്കിടയിൽ അകലം ഉണ്ടാകുമ്പോൾ സഫിൻ്റെ പൂർണ്ണതയെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കി, അതിൽ 2 വെട്ടിട്ടത്, ഒന്നെന്താണ് വെട്ടിട്ടത്, അത് പിന്നെ പറ്റ അടുത്ത് വെച്ചു, അവസാനത്താണ് പറ്റ അകലത്തിൽ. അപ്പോൾ മിതമായ രൂപത്തിലാണ് നിൽക്കേണ്ടത്. എത്രയോ ഹദീസുകളിലൂടെ അല്ലേ, ഫതഖ്തലിഫ ഖുലൂബുകും, നിങ്ങൾ നിങ്ങൾ സഫ് ശരിയാക്കി തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ്. പലപ്പോഴും നമ്മൾ തമ്മിൽ ഒരു സുഖം വല്ലാതെ ഇല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ബമ്പണൊക്കെ അപ്പുറത്ത് പോയിക്കും. കാരണം എന്താ, ഇവനും ഞാൻ തമ്മിൽ തെറ്റിലായിരിക്കും, അയൽവക്കക്കാരായിരിക്കും, അതിൽ തിരക്കിയിട്ടുണ്ടാവും, മറ്റെന്തെങ്കിലും ബന്ധവിച്ഛേദനങ്ങൾ ഉണ്ടാവും. അങ്ങനെ അടുത്ത് പോയി നിൽക്കണം, അവൻ്റെ കാലും ഇവൻ്റെ കാലും അടുത്ത് നിൽക്കണം, ഷോൾഡർ തട്ടണം ഒക്കെ ശേഷം വരുന്നുണ്ട്. നമ്മൾ കാലുകൾക്കിടയിൽ അകലം കൂടുതലാണ്, മറ്റൊന്ന് കുറവാണ്, നടുവിലുള്ളതാണ് അതിൻ്റെ ശരിയായ രൂപം എന്ന് മനസ്സിലാക്കുക. ശരിയായ രൂപം കണ്ടില്ലേ? അതേപോലെ കാലുകൾ തമ്മിൽ അടുപ്പിച്ച് വെക്കുക, വിട്ടുവെക്കാൻ പാടില്ല. മലക്കുകൾ സഫ് നിൽക്കുന്നത് പോലെ നിങ്ങൾ സഫ് നിൽക്കണം എന്ന് പറഞ്ഞു, അടുത്തടുത്ത് ചേർന്ന് ആയിരിക്കണം എന്ന് പറഞ്ഞു. മലക്കുകൾ സഫ് നിൽക്കുന്നത് പോലെ നിങ്ങൾ സഫ് നിന്നുകൂടെ? സ്വഹാബിമാർ ചോദിച്ചു, റസൂലേ, മലക്കുകൾ തങ്ങളുടെ റബ്ബിൻ്റെ മുമ്പിൽ അണി നിൽക്കുന്നത് ഏത് വിധത്തിലാണ്? നബി പറഞ്ഞു, അവർ ആദ്യത്തെ അണി ആദ്യം പൂർത്തിയാക്കും. 1-ാം സഫിൽ പൂർത്തിയാക്കും. 1-ാമത്തെ സഫിൽ സ്ഥലമുണ്ടെങ്കിൽ അതിപ്പോൾ കുറേ അകലെയാണ്, ഇനിയിപ്പോൾ അവിടെ പോകണ്ടേ എന്ന് പറഞ്ഞാൽ 2-ാം സഫിൽ പോയി നിൽക്കുകയല്ല വേണ്ടത്, 1-ാമത്തെ പൂർണ്ണമായിരിക്കുക എന്നർത്ഥം. പിന്നെ വിടവുകളില്ലാത്ത വിധം, ഇടയിൽ വിടവുണ്ടാകരുത്. അപ്പോൾ നോക്കി, ചിലപ്പോൾ ഒരു സൈഡിൽ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല, അപ്പോൾ ചിലപ്പോൾ ഒന്ന് അടുപ്പിക്കേണ്ടി വരും. അങ്ങനെ അടുപ്പിക്കുന്ന ആളുകൾ, ഫുറജില്ലാത്ത വിടവില്ലാത്ത രൂപത്തിൽ അണികളെ ശരിപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ സ്വലാത്ത് ചെല്ലുന്നതാണ്. അത്ര കർശനമാണ് ആ വിഷയം. പക്ഷെ പലപ്പോഴും ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കുന്നില്ല. അവർ ചേർന്ന് നിൽക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട, കാലും
ചേർത്ത് വെച്ചിരിക്കുന്നത് അത്ര ചേർത്ത് നിൽക്കണം എന്നർത്ഥം. ഇനി നോക്കിയും കാലുകൾ ചെരിച്ചു വെക്കാൻ പാടില്ല. ഇങ്ങനെ ചെരിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഭാഗം എന്താവില്ല, ചേർന്ന് നിൽക്കുന്നില്ല എന്നർത്ഥം. അതേപോലെ ഇപ്പുറത്ത് രണ്ട് വ്യക്തികൾക്കിടയിൽ ഇതുപോലെ അകലം പാലിക്കാൻ പാടില്ല. അതാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. രണ്ട് വ്യക്തികൾക്കിടയിൽ കാല് എങ്ങനെ ഒന്ന് ചേർത്ത് വെക്കൂല. അപ്പോൾ ചേർത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കാല് പറ്റ അകലത്തിലും ആകരുത്, പറ്റ അടുപ്പിച്ചു ആകരുത്. ഒരാൾക്ക് നിൽക്കാൻ ഒരു ബാലൻസ് കിട്ടുന്ന രൂപത്തിൽ നിൽക്കാൻ എത്ര സ്പേസ് വേണോ ആ രൂപത്തിൽ നിൽക്കുക. അടുത്ത ആൾ നിൽക്കുക, രണ്ടുപേരുടെയും ഷോൾഡർ തമ്മിൽ മുട്ടുക, രണ്ടുപേരുടെയും കാലുകൾ ചേർത്ത് വെക്കുക. ആ രൂപത്തിൽ പൂർണ്ണ, അതാ നമ്മൾ നേരത്തെ പറഞ്ഞ് ചില ആൾക്കാർക്ക് നിസ്കാരത്തിൽ 10-1 കൂരിയിട്ടുള്ളൂ, ചില ആൾക്കാർക്ക് 9-1 കിട്ടുള്ളൂ, 8-1 കിട്ടുള്ളൂ. അതൊക്കെ കുറഞ്ഞു പോകുന്നത് ഇതിലൊക്കെ അശ്രദ്ധ കാണിക്കുമ്പോഴാണ് എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സഫുകൾ ശരിയാക്കുക. എങ്ങനെ? തോളുകൾ ചേർത്ത് വെക്കുക, വിടവുകൾ നികത്തുക, നിങ്ങളുടെ സഹോദരങ്ങളോട് സൗമ്യത കാണിക്കുക. സഫ് പൂർണ്ണമായി ചേർക്കുന്നവന് അള്ളാഹു കാരുണ്യത്തിൽ ചേർക്കുന്നതാണ്. സഫിന്റെ പൂർണ്ണത മുറിക്കുന്നവനെ അള്ളാഹു കാരുണ്യത്തിൽ നിന്ന് മുറിച്ച് കളയുന്നതാണ് എന്നാണ്. ഇതൊക്കെ സഫ് പൂർത്തീകരിക്കുന്നതിൻ്റെ മഹത്വമാണ്. ഇതാണ്. ഇതിലെന്താ തെറ്റ്? ഇതിൽ ഒരാള് മുന്നോട്ട് നിന്നു, രണ്ടാമത്തെ ആള് അല്പം പിന്നോട്ട് നിന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, സഫ് ശരിയാക്കൽ എവിടെയാണ് നോക്കേണ്ടത്? ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണ് ചില ആളുകൾ ഈ വിരലാ നോക്കുക, എല്ലാവരും വിരൽ ഒരേപോലെ ആക്കുക. അതല്ല ഇതിൻ്റെ ശരി. കാരണം കുട്ടികളും അതേപോലെ തന്നെ മുതിർന്ന ആളുകളൊക്കെ നിൽക്കുമ്പോൾ അവരുടെ കാലുകൾ തമ്മിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏറെക്കുറെ സമമാകണമെങ്കിൽ ബാക്ക് ഭാഗം കാബ് മടമ്പ് നോക്കി അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക ചെയ്യേണ്ടത്. എന്നാൽ മുൻ വിരലുകൾ നോക്കിയല്ല. മുൻ വിരലുകൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾ കുറേ മുന്നിലായിരിക്കും, മുതിർന്ന ആൾക്കാർ കുറേ ബാക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാർ, ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും പണ്ഡിതന്മാരെ കർശനമായ രൂപത്തിൽ സഫ് കെട്ടുന്നത് കാബ് നോക്കിയിട്ടാണ്, മടമ്പ് നോക്കിയിട്ടാണ് കൃത്യമായി അവർ ഫത്വകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. കണ്ടോ, മടമ്പുകൾ ചേർത്ത് വെച്ച് നിൽക്കണം. ആ വരി വേണമെന്നില്ല, വരി ഉണ്ടെങ്കിൽ ഈ രൂപത്തിൽ കൃത്യമായിരിക്കണം എന്നർത്ഥം. കണ്ടോ, എല്ലാവരും ഒരേപോലെ ചേർന്ന് നിൽക്കുകയാണ്, ഒരു വിടവില്ലാതെ അടുപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോഴേ ഒരു ഐക്യവും സാഹോദര്യവും സ്നേഹവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. കാരണം മുൻഭാഗത്തല്ല, ഇപ്പോൾ വിരലുകൾ നോക്കി വ്യത്യാസമുണ്ട്, എന്നാൽ ബാക്ക് ഭാഗം ഒരിക്കലും എന്തില്ല, വ്യത്യാസമില്ല. തോളുകൾ ചേർത്ത് വെക്കണം. സഫ് വെക്കുമ്പോൾ തോളുകൾ ചേർത്ത് വെക്കണം. അപ്പോൾ കാല് വിടവുകൾ നികത്തുക, കാലിൻ്റെ വിടവ് നികത്തണം, തോളിൻ്റെ വിടവ് നികത്തണം. പക്ഷെ എന്തിനെ പറഞ്ഞാലും ശരി, ഇത് ആൾക്കാരുടെ ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമാണ്. അതുകൊണ്ട് നമ്മളെ പള്ളിയിൽ നിന്നായിരിക്കട്ടെ ആ സുന്നത്തിൻ്റെ തുടക്കം. ഒന്നാമത്തെ സഫ് മാത്രമേ, എല്ലാ പള്ളിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു ചേർന്ന് നിന്ന് അടുത്ത് വളവില്ലാതെ വിടവില്ലാതെ അടുപ്പിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയാണ്. കണ്ടില്ലേ, ഇടയിൽ വിടവ് വന്നത്, അതാ റൗണ്ട് കൊടുത്തത്, അത് ശരിയായ രൂപമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പിന്നോട്ട് കാലുവെക്ക് മടമ്പ് പിന്നോട്ടായിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായ രൂപത്തിലല്ല. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതും പലപ്പോഴും വിട്ടുപോകുന്ന, നിസ്കരിക്കുന്നതിന് മുമ്പിൽ ഒരു മറ വേണം. ചില പള്ളികളിലൊക്കെ നോക്കിക്കാണാം, നടുവിൽ വലിയ പള്ളി കാരണം ആ നടുവിൽ നിസ്കരിക്കുന്നുണ്ടാവും അല്ലേ? അത് പാടില്ല. സുന്നത്ത് നിസ്കാരമാകട്ടെ ഫർള് നിസ്കാരമാകട്ടെ, നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ മറ ഉണ്ടായിരിക്കണം. റഹൽ നബി പറഞ്ഞു, ഒട്ടകക്കട്ടിലിൻ്റെ അത്രയെങ്കിലും. ഒട്ടകത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ ചാരിയിരിക്കാൻ വേണ്ടി ഒരു ആർച്ച് പോലുള്ള ചെറിയൊരു ഈ വലുപ്പത്തിലുള്ള ഒന്നുണ്ടാവും. അതെന്നെ കൊണ്ടുപോയി വെക്കണം എന്നല്ല പറഞ്ഞത്. ആ രൂപത്തിൽ ആ വലുപ്പത്തെങ്കിലും ഒരു മുഴം അല്ലേ, ഒരു മുഴം, ഒരു സിറ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി അത് മുമ്പിലുണ്ടാകണം. ചുമരായാൽ മതി, തൂണായാൽ മതി, ഒരു സ്റ്റൂള് കൊണ്ടുപോയി വെച്ചാൽ മതി. അതല്ലാതെ ഒരു തുറസായ സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ നിസ്കരിക്കുകയാണ് റസൂൽ പറഞ്ഞു, പ്രായപൂർത്തിയായ സ്ത്രീ, നായ, കഴുത ഇതൊക്കെ അവൻ്റെ മുമ്പിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഒരു നിസ്കാരം ബാത്തിലായി. നിസ്കാരം അത്ര ഗൗരവമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ റസൂൽ എന്ത് ചെയ്യുന്നത്, ഒരു ആട് ഇങ്ങനെ വരുന്നുണ്ടപ്പോൾ മുന്നോട്ട് പോയി, പിന്നെ ആട് പോയി കഴിഞ്ഞതിന് ശേഷം ബാക്കോട്ട് നിന്നു എന്ന്.
അപ്പോൾ മുമ്പിൽ ഒരു സുത്ര അനിവാര്യമാണ്, ഒരു മറ അനിവാര്യം. ചുമരായാൽ മതി, തൂണായാൽ മതി, സ്റ്റൂളായാൽ മതി, അല്ലെങ്കിൽ പള്ളിയിൽ അങ്ങനത്തെ സംവിധാനങ്ങൾ ഒരുക്കിയാൽ മതി. അതല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇനി ഹദീസുകൾ കാണാൻ സാധിക്കും, അതെത്ര ദൂരം വേണം. അവിടെ മറുണ്ട്, ഞാൻ ഇവിടെ നിസ്കരിക്കുന്നുണ്ട്, മറിൻ്റെ പിന്നിലാണ്, മറുണ്ട് എവിടെ, അവിടെ ഉണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഒരു സുജൂദ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു ആടിന് നടന്നു പോകാവുന്ന ഒരു മുഴോ ഒക്കെ വലിപ്പമുണ്ടായാൽ മതി. അല്ലാതെ പറ്റ ബാക്കിൽ നിന്നുകൊണ്ട് വലിയ അകലം ഉണ്ടാകാൻ പാടില്ല. കണ്ട, മറ വെച്ചതും സുജൂദ് ചെയ്യുന്ന സ്ഥലം മറ സ്വീകരിച്ചു കൊണ്ടല്ല നിങ്ങൾ നിസ്കരിക്കരുത് എന്നാണ്. മറൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, സൊഫിൻ്റെ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതിലൊക്കെ ഒരു കൃത്യത നമ്മൾക്ക് ഉണ്ടാകണം, വ്യക്തത ഉണ്ടാകണം. മറ്റുള്ള ആളുകളെ നിസ്കാരവും നമ്മുടെ നിസ്കാരം തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് എന്ന കാര്യമായി നമ്മൾ മനസ്സിലാക്കും. ഇനി നമസ്കാരം ആരംഭിക്കുകയാണ്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ വതഹരീമുഹ അത്തക്ബീർ എന്നാ പറഞ്ഞത്. ഇതുവരെ അനുവദനീയമായിരുന്ന കാര്യങ്ങളൊക്കെ ഇനി ഹറാമാകാൻ പോവാണ്. അതേതാണ് സ്റ്റാർട്ടാകുന്നത്? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട്. അതുകൂടെ പറഞ്ഞു, തക്ബീറത്തുൽ ഇഹ്റാം റുക്കിനാണ്. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇമാമിന് ഒരിക്കലും എന്ത് ചെയ്യാം, ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. തക്ബീറത്തുൽ ഇഹ്റാമിലാണ് ഒരാൾ ഓവർടേക്ക് ചെയ്തെങ്കിൽ, സലാം വീട്ടലിലാണ് ഒരാൾ ഇമാമിനെ മുൻഗണനെങ്കിൽ നിസ്കാരം ബാത്തിലായി. എന്ന് പറഞ്ഞാൽ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ മഅ്മൂം അല്ലാഹു അക്ബർ പറയാൻ പാടില്ല. ഇമാം സലാം വീട്ടുന്നതിന് മുമ്പായി മഅ്മൂം സലാം വീട്ടാൻ പാടില്ല. ഇമാമും മഅ്മൂം എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ പിന്നിൽ സഞ്ചരിക്കുന്നവൻ, ഉടനെ സഞ്ചരിക്കുന്നവൻ. ഇമാമ് സുജൂദിൽ പോയി, ഇവപ്പോഴും റുക്കൂയിലാണ്, ഞാൻ ഇമാമിൻ്റെ ബാക്കിൽ തന്നെയാണ്, അത് പറ്റൂല. ഇമാമിൻ്റെ തൊട്ട് പിന്നാലെ സഞ്ചരിക്കണം, ഇമാമിനെ മുൻകടക്കാൻ പാടില്ല, പ്രവൃത്തികളിൽ പ്രത്യേകിച്ച്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഏതുവരെ എങ്ങനെ ഉയർത്തേണ്ടത്? തേങ്ങ വെട്ടണ പോലെ എങ്ങനെയല്ല, അല്ലാഹു അക്ബർ അങ്ങനെയല്ല, ഖിബ്ലക്ക് അഭിമുഖമാണ്. ഹാൻസപ്പ് എന്ന് പറയുമ്പോൾ കൈ വെക്കളാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒന്നുകിൽ ഈ ചുമലിൻ്റെ നേരെ അല്ലെങ്കിൽ ചെവിയുടെ നേരെയാണ്. കേട്ടോ, ഈ രൂപത്തിലാണ് കൈകൾ ഉയർത്തേണ്ടത്. ഒന്നുകിൽ ചുമലിന് നേരെ, അതും കൈകൾ ഇങ്ങനെ ഖിബ്ലക്ക് അഭിമുഖമായിട്ട്, അല്ലെങ്കിൽ ചെവിക്ക് നേരെ ആണ് ഉയർത്തേണ്ടത്. ഇനി എപ്പോഴാണ് കൈ ഉയർത്തേണ്ടത്? കൈ ഉയർത്തണോ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന് മുമ്പാണോ, തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോഴാണോ, തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലിയതിന് ശേഷമായിരിക്കണോ? എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ രണ്ടും ഒരുമിച്ചാകണോ? അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലിയതിന് ശേഷം കൈ ഉയർത്തണം, അതല്ല കൈ കെട്ടിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് പറയണം. ഹദീസുകൾ പരിശോധിച്ച് ഇത് മൂന്നും ശരിയാണ്. ഇത് മൂന്നും എന്താണ്? ശരിയാണ്. അപ്പം നമസ്കാരത്തിൽ എങ്ങനെ എല്ലാ കാര്യം ചെയ്യാന്നാണോ? ഓല അങ്ങനെ അത് ചെയ്യാം, ഇവരിങ്ങനെ അതും ചെയ്യാം എന്നല്ല. പ്രമാണങ്ങൾ എങ്ങനെയാണോ വന്ന് അതിനനുസരിച്ച് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഇത് മൂന്നും ശരിയായതാണ്. ഈ മൂന്ന് രൂപത്തിലും ഏതുമാകാം. പൊതുവെ നമ്മളെന്താ ചെയ്യാറുള്ളത്? രണ്ടുപേരും അല്ലാഹു അക്ബർ അല്ലേ, ഒരുമിച്ചാണ് ചെയ്യാറുള്ളത്. ഇനി അതല്ലാത്ത രൂപത്തിലാണെങ്കിൽ കുഴപ്പമില്ല എന്നർത്ഥം. അപ്പോൾ കൈവിരലുകൾ എങ്ങനെ വെക്കേണ്ടത്? പറ്റ ഇങ്ങനെയല്ല, അത് പറ്റ കൂട്ടി പിടിച്ചുകൊണ്ടല്ല, ഒരു മധ്യമ രൂപത്തിലാണ് കൈ വിരലുകളുണ്ട്. നോക്കി, ഓരോ കാര്യത്തിലും വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും പാടില്ലാത്തതാണ്. മുഷ്ടി ഇങ്ങനെ ചുരുട്ടി അല്ലെങ്കിൽ പകുതി ഇങ്ങനെ ആക്കി, അതേപോലെ തന്നെ ഈ കാണുന്ന രൂപങ്ങളിലൊന്നും പാടില്ല. വിരൽ പറ്റ വിടർത്തി പിടിച്ച് ഇങ്ങനെയൊന്നുമല്ല തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക്. ഇനി കൈകൾ കെട്ടലാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും വലിയൊരു ചർച്ച അതാണ്. അത് സംഗതി അവൻ്റെ പിന്നിൽ നിസ്കരിക്കണം, അവൻ്റെ കൈ വെച്ച് കണ്ടില്ല, മറ്റതാണ്. അപ്പോൾ അടയാളം നോക്കാനാണ് പലപ്പോഴും കൈ കെട്ടൽ. ഒരാൾ കൈ കെട്ടാതെ നിസ്കരിച്ചാൽ തന്നെ നിസ്കാരം ശരിയാവും. പക്ഷെ കൈ കെട്ടുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം? അത് ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതിൽ ഏറ്റവും ശരിയായി വന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് 2-3 രൂപങ്ങളുണ്ട്. ഒന്ന്, നെഞ്ചിൻ്റെ ഭാഗത്താണ് കെട്ടേണ്ടത്. അതുകൊണ്ട് ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ പോലും ശരീരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവയവത്തിൻ്റെ മുകളിൽ വെക്കണം എന്ന് പറഞ്ഞു. ശ്രേഷ്ഠമായ അവയവം കൽബാണ്, ഹൃദയത്തിൽ. പക്ഷേ കുറച്ചുകൂടി ചില ആൾക്കാർ കുറച്ചുകൂടെ താഴോട്ട് കൊണ്ടുപോയി കെട്ടാറുള്ളത്. ഇതല്ല ശ്രേഷ്ഠമായ അവയവം.
വയറ് പലതിനും ശ്രേഷ്ഠമായ അവയവമാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് ഹൃദയമാണ്. അപ്പോൾ നെഞ്ഞത്താണ് കെട്ടേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നോക്കേണ്ടത് കൊടുക്കുക, സുജൂദിൻ്റെ ഭാഗത്തേക്ക് കുറേ മുന്നോട്ട് വിരലുമ്മക്ക് നോക്കുക, വാച്ചിലേക്ക് നോക്കുക, ഇതൊന്നുമല്ല. സുജൂദ് എവിടെയാണോ ചെയ്യുന്നത് അങ്ങോട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി കൈ എവിടെ വെക്കണം എന്നാണ്. നെഞ്ഞത്ത് കെട്ടണം എന്ന് പറഞ്ഞു. ചില ആൾക്കാർ ഇങ്ങനെ കെട്ടും, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ. ചില ആൾക്കാർ ഭയങ്കര കോറി പിടിച്ച് തണുപ്പാണ്, ചില ആൾക്കാർ ഡേഞ്ചർ എന്നുള്ള അർത്ഥത്തിൽ. ഇതൊന്നും അല്ല. 2-3 രൂപത്തിൽ കെട്ടാവുന്നതാണ്. ഒന്ന് കൈ പത്തിയിൽ വെക്കാം, മറ്റൊന്ന് കൈ തണ്ടയിൽ വെക്കാം, മറ്റൊന്ന് ഈ മൂന്നും. ഏറ്റവും നല്ലത് ഈ മൂന്നും ഉള്ള രൂപത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഈ കൈ എന്തേലും പറയാം, ഈ കൈയിൻ്റെ ജോയിൻ്റ്, അതേപോലെ തന്നെ കഫ്, അതേപോലെ മണികണ്ഠം, കൈ കഫ്, അതേപോലെ തന്നെ സിറാ, ഇത് മൂന്നും തട്ടുന്ന രൂപത്തിൽ ഒന്നെങ്കിൽ പിടിക്കാം അല്ലെങ്കിൽ വെക്കാം. കണ്ടോ ചിത്രത്തിൽ കാണിച്ച ഈ 3 രൂപങ്ങളൊക്കെ. ഒന്ന് വലത് കൈപ്പത്തി ഇടത് കൈപ്പത്തിയുടെ പുറം ഭാഗത്ത് വെക്കുന്ന രൂപം. കാരണം കൈപ്പത്തിയും തമ്മിൽ വെക്കുക. 2 വലത് കൈ കൊണ്ട് ഇടതു കൈയിൻ്റെ മണിബന്ധം പിടിക്കുന്ന രൂപം, ഇവിടെ പിടിക്കുക. 3 മുൻകൈ മണിബന്ധം കണങ്കൈ സിറാ എന്നിവയിൽ സ്പർശിക്കുന്ന രൂപം. 3 കൂടെ പിടിക്കുക. 1 2 3 മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ ഇവിടെ വെക്കുക, ഇവിടെ പിടിക്കുക, അല്ല ഈ 3 രൂപത്തിലും കൈ വെക്കുന്ന രൂപം. ഇത് 3 എന്താണ് അനുവദനീയമാണ്. അതല്ലാതെ ഇങ്ങനെ വെക്കേണ്ടതില്ല, ഇങ്ങനെ വെക്കേണ്ട. ഇനി പാടില്ലാത്ത ചില രൂപങ്ങൾ നോക്കി നിങ്ങൾ, തെറ്റായ ചില രൂപങ്ങൾ ഒക്കെ ശരിയായ രൂപമല്ല എന്നാണ്. അപ്പം ഇങ്ങനെയൊക്കെ നിസ്കരിക്കുമ്പോഴാണ് എന്താ 10-1 10-1 8-1 ഒക്കെ ആയിട്ട് നിസ്കാരത്തിൻ്റെ കൂലി കുറഞ്ഞ് പോകുന്നത്. ഈ രൂപത്തിലല്ല കൈകൾ വെക്കേണ്ടത്. ഇനി അങ്ങനെ വെച്ചു, കൈ വെച്ചു. ഇനി ചെയ്യേണ്ട എന്താണ്? പ്രാരംഭ പ്രാർത്ഥന, ദുആ ഉൽ ഇസ്തിഫ്താഹ് എന്നാണ് പറയുക. പ്രാരംഭ പ്രാർത്ഥന. ആ പ്രാരംഭ പ്രാർത്ഥന നമ്മൾ മദ്രസയിൽ പഠിച്ച് മാത്രമേ ശരിയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ വാശി പിടിക്കരുത്. ധാരാളം പ്രാർത്ഥനകൾ. ഇപ്പോൾ അൽബാനി റഹിമഹുല്ല ഈ ഒരു കിതാബിൽ അതിൻ്റെ ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദുആഉൽ ഇസ്തിഫ്താഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന പ്രാർത്ഥനകൾ നോക്കി. ഇതൊക്കെ 1 2 3 4 ധാരാളം പ്രാർത്ഥനകൾ. അപ്പോൾ ഇതിൽ തന്നെ 9 പ്രാർത്ഥനകൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചെല്ലാവുന്നതാണ്. അതുകൊണ്ടാണ് വജ്ജഹത്തിൻ്റെ പൂർണ്ണ രൂപം തന്നെ പലരും ചെല്ലാറില്ല. വജ്ജഹത്തിൻ്റെ പൂർണ്ണ രൂപം ചെല്ലുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ചെല്ലുന്നതിൻ്റെ 2 ഇരട്ടിയും കൂടി ഉണ്ടാവും. അത്രയും വലിയ പ്രാർത്ഥനയാണ് വജ്ജഹത്ത്. മാത്രമല്ല വജ്ജഹത്ത് പലപ്പോഴും റസൂലുള്ളാഹി രാത്രി നിസ്കാരങ്ങളിലാണ് ചൊല്ലാറുമുണ്ടായിരുന്നത്. അപ്പോൾ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക്, അത് ചൊല്ലിയാൽ മതി. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് കൂടുതൽ അതിനോടാണ് താല്പര്യം കാണിച്ചിരുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. റുക്കൂയിലാകട്ടെ സുജൂദിലാകട്ടെ അതേപോലെ അത്തഹിയാത്തിൻ്റെ അവസാനത്തെ ഭാഗത്തുള്ള പ്രാർത്ഥനകളാകട്ടെ ഈ പ്രാരംഭ പ്രാർത്ഥനകളാകട്ടെ നബിയിൽ നിന്നും ധാരാളം റിപ്പോർട്ട് പല ഇനങ്ങളായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിൽ മാത്രം പിടിക്കാതെ തനവ്വു ആക്കുക എന്നാണ്. ഒരു ദിവസം ഒരു നിസ്കാരത്തിന് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് ചൊല്ലുക. പിന്നെ അടുത്ത ഇതിന് അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് അല്ലാഹുമ്മ നഖിനി മിനൽ ഖതായ കമാ യുനഖ അസ്സൗബുൽ അബ്യദു മിനൽ ദർസ് അല്ലാഹുമ്മ ഇഗ്സിനി മിനൽ ഖതായ ബിൽ മാഇ വസ്തൽജി വൽ ബർ എന്ന് ചൊല്ലാം. പിന്നെ നിസ്കാരത്തിൽ വജ്ജഹത്തിന്റെ രൂപം നോക്കി നിങ്ങൾ. വജ്ജഹ്തു വജ്ഹി ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇത്ര നമ്മൾ ചെല്ലാറുള്ളത്. എന്നാൽ അതിൻ്റെ പൂർണ്ണ രൂപം ഇനി ഇത്രയും കൂടെ ഉണ്ട്. എന്ത് നോക്കി, ഇപ്പോൾ ചെല്ലിൻ്റെ 2 ഇരട്ടിയും കൂടെ ഉണ്ട്. അതാണ് വജ്ജഹത്തിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ ചെല്ലുകയാണെങ്കിൽ മുഴുവനായി ചൊല്ലുക. ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകളുണ്ട്. പിന്നെ രാത്രി നമസ്കാരങ്ങൾ നബി നടത്തുന്നത് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്റാഫീല ഫാത്തിറ അസ്സമാവാതി വൽ അർദ്
ആലിമൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കുമു ബൈന ഇമാദിക ഫീമാ കാനൂ ഫീ യഖ്തലിഫൂൻ വഖ്ദിനി ലിമഖ്തുരിഫ ഫീഹി മിനൽ ഹഖ് ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം. മറ്റൊരു പ്രാർത്ഥന. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ ഒരൊറ്റ ഇരുത്തത് എല്ലാവരും കാണാൻ പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മളുണ്ടല്ലോ ഇപ്പം വജ്ജത്തും അല്ല ചൊല്ലിക്കണം, ഇപ്പം പെട്ടെന്ന് ഫാത്തിഹയ്ക്ക് കിടന്നു എന്ന് പറഞ്ഞു ഇവൻ്റെ നിസ്കാരം ശരിയല്ല എന്ന് പറയരുത്. നബിയിൽ സ്ഥിരപ്പെട്ട് ധാരാളം പ്രാർത്ഥനകൾ വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ ഏത് ചൊല്ലിയാലും മതിയാവും. പിന്നെ നമ്മൾ പറഞ്ഞു ദുആഉൽ ഇസ്തിഫ്താ, പ്രാരംഭ പ്രാർത്ഥന നിസ്കാരത്തിൻ്റെ വാജിബല്ല, നിസ്കാരത്തിൻ്റെ റുക്കനല്ല. ഇനി ഒരാൾ ചെല്ലാതെ നിസ്കരിച്ചു വിചാരിക്കുക, അയാൾ നിസ്കാരത്തെ എന്ത് ചെയ്യില്ല, അത് ബാധിക്കുക, കൂലി ഒരു പക്ഷെ കുറഞ്ഞേക്കാം, നിസ്കാരത്തിന് ബാത്തിലാകുന്നതല്ല എന്നർത്ഥം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നിസ്കാരത്തിൽ തഖ്വ ഉണ്ടാകുമെന്ന് പറഞ്ഞു, ഖുശൂ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു മാർഗം കൂടിയാണിത്. എന്നും ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യാതെ, എന്നും നിസ്കാരത്തിന് ശേഷം ഖുൽ ഹുവല്ലാഹു ഇന്നാ അഅ്തൈനാക്കലും, ആയത്തിനും സൂറത്തിനും മോശം ഉണ്ടായിട്ടല്ല, പിന്നെ എന്തിനാ മറ്റ് സൂറത്തുകളൊക്കെ മറ്റ് ആയത്തുകളൊക്കെ. അപ്പോൾ കൂടുതൽ പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അതിലൊരു ശ്രദ്ധ ഉണ്ടാവും. നിസ്കാരത്തിൽ അശ്രദ്ധയിൽ നിന്ന് മാറാൻ ഒന്നുകൂടി നല്ലതാണ് വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളും കഴിയുന്ന അത്ര ആ പ്രാർത്ഥനകളൊക്കെ, നമ്മളെ പള്ളിയിലൊക്കെ ഇതിനെ പറ്റിയ എന്തുണ്ടാവും, പുസ്തകങ്ങളുണ്ടാവും, അത് നോക്കി പഠിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഓരോന്നിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു പോകുന്നില്ല, സമയമില്ലാത്തതുണ്ട്. അപ്പോൾ ദുആഉൽ ഇസ്തിഫ്താഹ് കഴിഞ്ഞു. പിന്നെ ഫാത്തിഹ ഓതലാണ്. ആ ഫാത്തിഹ നമസ്കാരത്തിന് റുക്കിനാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വമോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ ഒഴിവാക്കി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫാത്തിഹ എല്ലാവരും ചെയ്യേണ്ടതുണ്ടോ? ഇവിടെ നമുക്ക് ഇതിൻ്റെ താഴെ ഈ വിഷയത്തിലുള്ള പൊതുവായ സംശയങ്ങൾ വായിക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ എന്നൊരു പണ്ഡിതന്മാർക്ക് വലിയ ചർച്ചകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഒരു കാര്യം മനസ്സിലാക്കുക, ഇമാമ് എല്ലാ നമസ്കാരങ്ങളിലും ഫാത്തിഹ ഓതണം. എന്താണ്? ഇമാമ് നിൽക്കുന്ന ആള് ഉറക്കെ ഓതുന്ന നിസ്കാരമാകട്ടെ പതുക്കെ ഓതുന്ന നിസ്കാരമാകട്ടെ, ഇമാമ് എല്ലാ നമസ്കാരങ്ങളിലും ഫാത്തിഹ ഓതണം. 2, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആള് പതുക്കെ ഓതുന്ന നിസ്കാരമാകട്ടെ ഉറക്കെ ഓതുന്ന നിസ്കാരമാകട്ടെ എല്ലാ നമസ്കാരത്തിലും ഫാത്തിഹ ഓതണം. പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടാവും, പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതണം. അപ്പം എന്തിലൊക്കെ ഓതണം? ഇമാം എപ്പോഴും ഓതണം, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾ എപ്പോഴും ഓതണം, അതേപോലെ തന്നെ മഅ്മൂം പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ ഓതണം. പിന്നെ ചർച്ച, പണ്ഡിതന്മാർക്കുള്ള ചർച്ച എവിടെയാണ്? ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതണോ വേണ്ടയോ? മനസ്സിലായോ? ഇപ്പോൾ പിന്നെ മഗ്രിബ്, ഇശ, സുബ്ഹി ഈ നിസ്കാരങ്ങളിൽ ഇമാം ഏതായാലും ഓതണം, എന്നാൽ ബാക്കിൽ നിൽക്കുന്ന മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതുണ്ടോ? അതിൽ പല വീക്ഷണങ്ങളുണ്ട്. ഹനഫി മദ്ഹബിൽ മഅ്മൂം ഒരു നിസ്കാരങ്ങളിൽ ഓതണ്ടെന്നാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് മഅ്മൂമും ഓതണം എന്നാണ്. എന്നാൽ അല്ലാഹു ആലം നമ്മൾ പലപ്പോഴും ശരിയായി കാണുന്നത് ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരമാണ് ഇമാമിൻ്റെ ഓത്ത് മഅ്മൂമിന് കേൾക്കാൻ സാധിക്കും. മൈക്കൊക്കെ പ്രശ്നമൊന്നുമില്ല, കേൾക്കുന്നുണ്ട് എങ്കിൽ പിന്നീട് അയാളുടെ ഡ്യൂട്ടി, മഅ്മൂമിൻ്റെ ജോലി ഇമാമിനെ ശ്രദ്ധിക്കലാണ്, ഓത്ത് കേൾക്കലാണ്. അയാൾ അവിടെ ഫാത്തിഹ ഓതേണ്ടതില്ല. അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ പറയും ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്നൊക്കെ ഹദീസുകൾ, അതൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതിനുള്ള തെളിവ് വിശുദ്ധ ഖുർആനിലെ വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ എന്ന് പറയുന്ന ആയത്ത്. ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്തമിഉ ലഹു, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ ഓത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, നിങ്ങൾ മിണ്ടാൻ പാടില്ല,
നിശബ്ദരാകണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിഞ്ഞേക്കാം. അപ്പോൾ ഒരു പക്ഷേ പറയും അത് നിസ്കാരത്തിലല്ല, മറ്റെവിടെയെങ്കിലും ഖുർആൻ കേൾക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് അല്ല. അതുകൊണ്ട് ഇമാം സഅദി പറഞ്ഞു വമിൻ ഔഖദി മാ യുഅ്മറു ബിഹി മുസ്തമിഉൽ ഖുർആൻ അൻ യസ്തമിഅ ലഹു, ഖുർആൻ കേൾക്കുന്ന ആൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. ഫി സ്വലാത്തിൽ ജഹരിയ, ഉച്ചത്തിലോന്ന നമസ്കാരങ്ങൾ. ഇദാ ഖറ ഇമാമുഹു, ഇമാം ഓതുകയാണെങ്കിൽ ഉച്ചത്തിലോന്ന നമസ്കാരങ്ങൾ മഅ്മൂം ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് എന്നാണ്. ഇമാം ഖുർത്തുബി പറഞ്ഞു ഖാലൻ അജ്മഅ അഹ്ലു തഫ്സീരി അന്ന ഹാദൽ ഇസ്തിമാഅ ഫി സ്വലാത്തിൽ മക്തൂബ വഗൈരിൽ മക്തൂബ, ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞത് ഫർള് നമസ്കാരങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങളിലുമാകുന്നു എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് നിങ്ങൾ ആ കൂടെ അങ്കലാപ്പിലാൻ വേണ്ടി പറയല്ല. ഒരു പക്ഷേ പലരും മനസ്സിലാക്കിയത് എല്ലാ നമസ്കാരങ്ങളിലും മഅ്മൂം ഓതണം. ഷെയ്ഖ് ഇബ്നു ബാസ് അഭിപ്രായക്കാരനാണ്, ഷെയ്ഖ് ഉസൈമീൻ അഭിപ്രായക്കാരനാണ്, മഅ്മൂമും ഓതണം എന്ന അഭിപ്രായക്കാരനാണ്. പക്ഷെ ഒന്നുകൂടി ശരിയായി തോന്നുന്നു, അല്ലാഹു ആലം, അത് ഉച്ചത്തിലോന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്നാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇതിലൊരു അഭിപ്രായ വ്യത്യാസം, അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. ഓന ആ ചിന്താഗതിയാണ്. ഇത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള, അതിൻ്റെ പേരിൽ തർക്കിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണെന്ന് മനസ്സിലാക്കുക. ഏതുപോലെയല്ല ഓൻ പറയുന്ന നിസ്കാരം 3 നേരമുള്ളൂ, ഇവൻ നിസ്കാരം 5 നേരമുണ്ട് എന്ന തർക്കം പോലുള്ള ഒരു വിഷയമല്ല. ഇനി ഒരു കാര്യം കൂടെ അതിൽ ശ്രദ്ധിക്കേണ്ടത്, മഅ്മൂമും ഫാത്തിഹ ഓതണം എന്ന അഭിപ്രായമാണ് എങ്കിൽ, ആ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ കണ്ടുവരുന്നൊരു പ്രശ്നം, മഅ്മൂം എപ്പോഴാണ് ഫാത്തിഹ അപ്പോൾ ഓതുക? മനസ്സിലായില്ല? മഅ്മൂം എപ്പോഴാണ് ഫാത്തിഹ ഓതുക? അതുകൊണ്ട് ചില ഇമാമുമാർ ചെയ്യാറുണ്ട്, ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ കുറച്ചു നേരം മിണ്ടാതെ വെക്കും. എന്താ ഉസ്താദ് നിങ്ങൾ അങ്ങനെ? അതെ, അത് മഅ്മൂം ഫാത്തിഹ ഓതാൻ വേണ്ടി അവസരം കൊടുത്താണ്. അങ്ങനെ ഏതായാലും ഇല്ല, നിസ്കാരത്തിൽ മിണ്ടാതെ വെക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ല. അതിനെന്താ തെളിവ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, നബി നിങ്ങൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ കുറച്ചു നേരം മിണ്ടാതെ വെക്കുന്നുണ്ടല്ലോ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ്, അതെന്താന്ന് ചോദിച്ചു. അപ്പം നബി പറഞ്ഞു, അത് ദുആ നേരത്തെ പറഞ്ഞു, പ്രാരംഭ പ്രാർത്ഥന വജ്ജഹത്തു, അത് ചൊല്ലാനാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി നിസ്കാരത്തിൽ ഒരു മിണ്ടാ നിൽക്കുന്നുണ്ടെങ്കിൽ അത് സഹായിമാർ ചോദിച്ച് മനസ്സിലാക്കി, നബി നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യുന്നത്? റസൂൽ എങ്ങാനും ഫാത്തിഹ ഓതി മൗമൂമിന് ഫാത്തിഹ ഓതാൻ കുറച്ചു നേരം മിണ്ടാതിരിക്കുകയായിരുന്നുവെങ്കിൽ സഹായിമാർ ചോദിക്കും, നബി നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം നബി പറയും, ഞങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ, ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഫാത്തിഹ ഓതണം എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് എങ്കിൽ എന്ത് ചെയ്യണം? ഇമാം അവിടെ ഇവർക്ക് വേണ്ടി അവസരം കൊടുക്കേണ്ടതില്ല. മഅ്മൂം ഇമാമിനെ മുൻകടക്കാത്ത രൂപത്തിൽ ഫാത്തിഹ ഓതുക. മനസ്സിലായോ? എങ്ങനെ? ഇമാമ് ഫാത്തിഹ കുറച്ചെത്തി, അപ്പോൾ എന്ത് ചെയ്യും? മഅ്മൂം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങി പിന്നാലെ ഓതാവുന്നതാണ്. ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. ഞാൻ കൂടുതൽ സ്വീകാര്യമായി കാണുന്നത് ഏതാണ്? മഅ്മൂമിന് കേൾക്കാൻ സാധിക്കുന്നു എങ്കിൽ മഅ്മൂം ചെയ്യേണ്ടത് അവിടെ ശ്രദ്ധിച്ച് കേൾക്കലാണ്. അതുകൊണ്ടാണ് ഈ പോയിന്റിൽ ഇവിടെ പൊതുവായ സംശയങ്ങൾ ഇതിൽ വായിക്കാൻ ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞ് കണ്ട്. ഇനി ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഇമാം ബിസ്മി ഉറക്കെ ഓതേണ്ടത്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഉറക്കെ ഓതേണ്ടതിൽ. ഇതും തന്നെ നമ്മുടെ നാട്ടിൽ ഇവൻ ആരാണ് എന്ന് കയ്യെട്ട് നോക്കിയാണ്ട് തിരിച്ചറിയുന്നത് പോലെ ബിസ്മില്ല കേട്ടോ, ഇത് സംഗതി ഇവരെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് തിരിച്ചറിയാനുള്ളൊരു വഴിയപ്പോൾ നമ്മുടെ നാട്ടിൽ. എന്നാൽ ഇതേ ആൾക്കാർ തന്നെ ആ ആളുകൾക്ക് ഹനഫി മദ്ഹബിൻ്റെ കിതാബുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ബിസ്മി ഉറക്കി ഓതുന്ന ആളുകൾക്ക് അവർ പാലക്കാട് സ്ഥലം, അതേപോലെ തന്നെ കോട്ടയം ചില സ്ഥലങ്ങൾ, ഈരാറ്റുപേട്ട സ്ഥലങ്ങളിലൊക്കെ ഹനഫി മദ്ഹബ പിന്തുടരുന്നത്. അവിടെ എന്തുണ്ടാവില്ല? ഈ പറഞ്ഞ ആളുകളുടെ തന്നെ പാഠപുസ്തകത്തിൽ ഫാത്തിഹയ്ക്ക് ബിസ്മി ഉണ്ടാവില്ല. ബിസ്മി ഉറക്കെ പതുക്കെ ഓതുക എന്ന് അവിടെ പറയാം.
അപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ഉറക്കെ ഓതേണ്ടതില്ല. നബി എന്ന് പറഞ്ഞ ഹദീസുകളൊന്നും നബി ഉറക്കെ ബിസ്മി ഓതിയതായിട്ട് കാണാൻ സാധിക്കില്ല. കാനൂ യസ്തഫ്തിഹൂന ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് സൂറത്ത് ഫാത്തിഹയ്ക്ക് സൂറത്തുൽ ഹംദ് എന്ന പേര് തന്നെ ഉള്ളത്. ഇനി ഒരാൾ ബിസ്മി ഉറക്കെ ഓതിയെന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ഓനാകെ മുദ്ര കുത്തി പിന്നെ ഇരിക്കാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി, അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നിവരുടെ പിറകിൽ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. അവർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണ് ഓതാൻ ആരംഭിച്ചത് എന്നാണ്, ഉറക്കെ ഓതൽ. പിന്നെ മറ്റൊന്നില്ല, അവരാരും തന്നെ ബിസ്മി ഓതുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ഇനി ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ ആമീൻ എന്നാണ്. ചില ആമീൻ ആകെ അങ്ങനെ ആമീൻ പറയാൻ നടക്കണം. ആമീൻ ആയത്തിനേക്കാൾ അല്പം കൂടെ ദീർഘം എന്താണ് പിന്നെ അവസാനത്തിനായിരിക്കും. പിന്നെ അത് ഒരുമിച്ചായിരിക്കണം. ഇമാമിന് മുൻകടന്ന് അത് പലപ്പോഴും ഉണ്ടാകും. ഇമാമ് വലതോ നമ്മൾക്ക് മാമു ആമീൻ ഇല്ല, ഇമാമിൻ്റെ പിന്നിലാണ് സഞ്ചരിക്കേണ്ടത്. ഇമാമിൻ്റെ ആമീനും മഅ്മൂമിൻ്റെ ആമീനും മലക്കുകളുടെ ആമീനും ഒന്നിച്ചു വന്നാൽ എന്താണ്, അവനെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു. അപ്പോൾ ഒരു അദബുണ്ടാകണം, അതിൽ ആകെ ബഹളമാകരുത്. പിന്നീട് ഖുർആനിൽ നിന്ന് ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ളത് ഓതുക എന്ന് പറഞ്ഞാൽ, ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരങ്ങളിൽ ഏതായാലും ഫാത്തിഹ ഓതണം എന്ന് പറയുന്ന ആൾക്കാർ പോലും എന്ത് വേണ്ട, മഅ്മൂമിനോടെ സൂറത്ത് ഓതേണ്ടതില്ല, അവർ ശ്രദ്ധിച്ച് കേട്ടാൽ മതി എന്നാണ്. പിന്നെ ഓതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാറുള്ള എന്താ വെച്ചാൽ, മുകൾ ഭാഗത്തുള്ളത് ആദ്യം ഓതുക, ബാക്ക് ഭാഗത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഓതലാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹ് ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ അമ്മയത്ത് സാലുൻ ഓതുക എന്നത് മാറ്റി ഒന്നാമത്തെ അമ്മയത്ത് സാലുൻ പിന്നെ ശേഷമുള്ളത് ഓതലാണ് നല്ലത്. ഇനി അങ്ങനെ ഓതി എന്നുള്ളതുകൊണ്ട് എന്തില്ല, തകരാറൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കണം. പിന്നീട് ഇടക്ക് പുസ്കാരത്തിൽ എന്ത് ചെയ്യും, സുജൂദ് തിലാവ വരുമ്പോൾ എന്ത് ചെയ്യും, നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ സുജൂദിലേക്ക് പോവും. അപ്പോൾ ആ സുജൂദിൽ ചെല്ലേണ്ട പ്രാർത്ഥനയാണ് സജദ വജ്ഹി ലില്ലദീ ഖലഖഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നത് ഒരു 3 തവണ ചെല്ലാവുന്നതാണ്. സുജൂദ് സഹു മറവിക്ക് സുജൂദ് ചെയ്യൽ പ്രത്യേകിച്ച് അതിൽ ഇന്നത് ചെല്ലണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഖുർആനിൽ പിന്നെ ഉള്ള ഈ സ്ഥലങ്ങളിൽ സുജൂദ് തിലാവ് വരുന്ന സ്ഥലങ്ങളിൽ ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. റുക്കൂവിൻ്റെ രൂപമാണ്. ഇനി റുക്കൂ നോക്കിയാൽ രൂപം നോക്കി അവിടെ കുറേ കാര്യം ശ്രദ്ധിക്കും. അപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മളെ പള്ളിയിൽ സുബഹിക്ക് വരുന്ന ആളുകളെ അവർ സുന്നത്ത് സ്കരിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ പല കോലത്തിൽ ചില ആൾക്കാർ കുമ്പിടാൻ പറ്റുക ഇങ്ങനെയുള്ളൂ, ചില ആൾക്കാർ റുക്കൂക്കാണ് ഇപ്പോൾ ഒരു തല നിലത്ത് കുത്തുന്ന കോലത്തിൽ. ഇതങ്ങനെയല്ല എന്ന് മുകളിലൊരു വെള്ളപ്പാത്രം വെക്കാൻ വിചാരിക്കുക എങ്കിൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ 63 വയസ്സ് വരെ 63 വയസ്സ് വരെ നിസ്കരിച്ചല്ലോ, വയസ്സായി ഇടങ്ങാറായിട്ടില്ല. അങ്ങനെയൊക്കെ നിസ്കരിച്ചപ്പോൾ ഈ കോലത്ത് തന്നെയാണ് നിസ്കരിച്ചത് എന്ന് മനസ്സിലാക്കും. നോട്ടം നഖത്തിലേക്കല്ല. റുക്കൂ ചെയ്യുമ്പോൾ മിക്ക ആളുകളും നോട്ടം എങ്ങോട്ടാ, കാൽമക്കല്ല, മറിച്ച് തശഹുദിൽ വിരൽ ചൂണ്ടുന്ന സമയം മുതൽ സമയമല്ലാത്ത ബാക്കി എല്ലാ സമയങ്ങളിലും നോട്ടം എങ്ങോട്ടായിരിക്കണം, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളിലായിരിക്കണം. അതേപോലെ തന്നെ കൈ പിന്നെ എന്തായാലും കാൽമുട്ട് ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാൽമുട്ടിലാണ് കൈ വെക്കേണ്ടത്. അതിങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ടല്ല, മറിച്ച് അല്പം അകറ്റി പിടിച്ചുകൊണ്ടാണ്. പിരടി, തല, മുതുക് എന്നിവ നേരെയാക്കണം. ഇങ്ങനെയല്ല, ഒക്കെ ഒരു ലെവലിലാണ്. ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ്. ഇനി പാടില്ലാത്ത ചില രൂപങ്ങൾ നോക്കി. രണ്ടാമത്തെ രൂപത്തിൽ എന്താ തെറ്റ്, പുറക്കെ ശരിയാണ്, പക്ഷേ നോട്ടം എങ്ങോട്ടാണ്, സുജൂദിൻ്റെ ഭാഗത്തേക്കല്ല. മൂന്നാമത്തിൽ കാലിൻ്റെ മുട്ട് എന്തായിട്ടുണ്ട്, മടങ്ങിയിട്ടുണ്ട്. നാലാമത്തെ പൂർണ്ണമായിട്ടാണ് റുക്കൂ ചെയ്തില്ല, അല്ലേ, മുതുകൊന്നും വളഞ്ഞിട്ടില്ല. ഇത് പലപ്പോഴും നിസ്കാരത്തിൻ്റെ റുക്കിനാണ്. നബി കാണിച്ചു തന്ന അതേ രൂപത്തിൽ തന്നെ ചെയ്യണം. അത് എത്ര പ്രയാസമുള്ള ആളുകൾക്കും യഥാർത്ഥ രൂപത്തിൽ ചെയ്യാൻ സാധിക്കും. തീരെ കഴിയാത്ത ആൾക്കാരെന്താണ് കഴിയുന്ന രൂപത്തിൽ ചെല്ലുക എന്നുള്ളത്. ഇതൊക്കെ നിസ്കാരത്തിൽ ഇപ്പോൾ കണ്ടില്ല. രണ്ടാമത്തെ രൂപത്തിൽ എന്താണ്, അവിടെ വിരലുകളൊക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നാലാമത്തെ രൂപത്തിൽ വേറെ രൂപത്തിലാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ തെറ്റായ രൂപങ്ങളാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ
തൻ്റെ ഇരു കൈകളും കാൽമുട്ടുകൾ ഉറപ്പിച്ചു വെക്കണം. ചില ആൾക്കാർ റുക്കുവിൻ്റെ അടിയിൽ കൈയാണ് ഉതിർന്ന് ചാടും, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, ഉറപ്പിച്ചു വെക്കണം. കൈ വിരലുകൾ കൊണ്ട് കാൽമുട്ടുകൾ കൂട്ടിപ്പിടിക്കുന്ന പോലെ അവ വിടർത്തി വെക്കണം. റുക്കുവിലാട്ടോ, സുജൂദിൽ അങ്ങനെയല്ല. പിന്നെയോ മുതുക് പരത്തി വെക്കുകയും വേണം. കൈമുട്ടുകളും പാർശ്വകളും അകറ്റി നിർത്തണം. എന്ന് പറഞ്ഞാൽ എന്താണ്? റുക്കു ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടല്ല റുക്കു, അകന്നുകൊണ്ടായിരിക്കണം എന്നർത്ഥം. അല്ലാഹു അക്ബർ, സമി അല്ലാഹു ലിമൻ ഹമിദ റുക്കുവിന് ശേഷം ഉള്ള ഇതാണ് കാണിക്കുന്നത്. റുക്കുവിലെ പ്രാർത്ഥന കുറേ ഉണ്ട്. നേരത്തെ വജ്ജത്തിന്റെ പ്രാർത്ഥന കുറേ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ സുബ്ഹാൻ റബ്ബിൽ അലീം, സുബ്ഹാൻ റബ്ബിൽ അലീം വബിഹംദി, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഫുർലി, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെ ഓരോ നിസ്കാരങ്ങളും പലതായി ചൊല്ലുമ്പോൾ നിസ്കാരത്തിൽ കുറേ ശ്രദ്ധ ഉണ്ടാകാൻ സാധിക്കും. അതേപോലെ മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു എന്ന് തുടങ്ങുന്ന അല്പം ദീർഘമായ പ്രാർത്ഥന. പിന്നെ റുക്കൂ കഴിഞ്ഞ് പിന്നെന്താ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഒന്നുകിൽ ഷോൾഡറിന് നേരെ അല്ലെങ്കിൽ ചെവിക്കേറെ കൈകൾ ഉയർത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലെ, റുക്കൂയിൽ നിന്നും എഴുത്താലേക്ക് ഉയരുമ്പോൾ കൈകൾ ഉയർത്തണം എന്നർത്ഥം. ഇനി ഇവിടെയും തന്നെ ഒരു ചർച്ച എന്താണെന്ന് വെച്ചാൽ, ഏത്തിദാൻ നിൽക്കുമ്പോൾ കൈ താത്തിയിടുകയാണോ വേണ്ടത്, കൈ കെട്ടുകയാണോ വേണ്ടത് എന്നതും പണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ ഒരു ചർച്ചയുള്ള വിഷയമാണ്. അല്ലേ, അതിലും പിന്നെ വിശദ വിഷയങ്ങളിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ രണ്ട് ചെയ്താലും ഇതില്ല, തെറ്റൊന്നുമില്ല. പിന്നെ ഓരോരുത്തരും ഓരോ തെളിവുകൾക്കനുസരിച്ച് ഇന്നതാണ് ശരി എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. ഞാൻ പൊതുവെ കൈ കെട്ടാറാണ് ഉള്ളത്. അതാണ് ഒന്നുകൂടെ ശരിയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഇനി ഒരാൾ സാധാരണ ആളുകൾ ചെയ്യുന്ന പോലെ കൈ താഴ്ത്തിയിട്ടാൽ അത് നിസ്കാരത്തെ ബാധിക്കുന്നതല്ല. കൈകൾ ഉയർത്തേണ്ട സമയങ്ങളൊന്നും, ഒന്ന് നമസ്കാരത്തിൽ തക്ബീറത്തിൽ അല്ലാഹു അക്ബർ എന്ന് ആരംഭിക്കുക. റുക്കോയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ എന്ന റുക്കോയിലേക്ക് പോകുമ്പോൾ കൈ പൊക്കണം. അതേപോലെ കൈകൾ സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് പിന്നെ റുക്കോയിൽ നിന്നും ഉയരുമ്പോൾ കൈകൾ ഉയർത്തി സമി അല്ലാഹു ലിമൻ എന്താ പറയണം. രണ്ടാമത്തെ റക്അത്തിന് ഉയരുമ്പോൾ, ഒന്നാമത്തെ തഹിയാത്ത് ഇരുന്നു, പിന്നീട് മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോഴും കൈകൾ ഉയർത്തണം. ഈ 3 സമയങ്ങളിലും കൈകൾ ഉയർത്തണം. റുക്കൂയിൽ നിന്നും മുതുക് ഉയർത്തി നേരെ നിവർന്ന് നിൽക്കണം. നേരെ നിവർന്ന് ഏത്തിദാലിൻ്റെ രൂപം. കൈപ്പടങ്ങൾ ചുമലുകൾക്ക് നേരെയാകുന്നത് വരെ ഉയർത്തണം. സമി അല്ലാഹു ലിമൻ ഹമിദ അല്ല സമി അല്ലാഹു, ഇങ്ങനെയല്ല, നന്നായി ഉയർത്തണം. റുക്കൂലും സുജൂദിലും ഏത്തിദാലും എല്ലാം അടക്കം പാലിക്കണം. കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കരുത്, സ്പീഡിൽ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. ഇതാണ് നേരത്തെ പറഞ്ഞത്. റുക്കൂയിൽ നിന്ന് ഉയർന്ന ശേഷം കൈകൾ കെട്ടേണ്ടതുണ്ടോ? ഹദീസിൽ വന്ന ചില പദങ്ങളുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. കൈകൾ കെട്ടാം, കൈകൾ താഴ്ത്തിയിടാൻ 2 രൂപ അനുവദിക്കാം. പക്ഷെ ഇത് പറ്റൂല. ഏത്? ഞാൻ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, ഇങ്ങനെ, അത് പാടില്ല. അതെന്തേ? ഒന്നുകിൽ നിസ്കാരത്തിൽ പൂർവ്വാവസ്ഥയിൽ, അതെന്താ അങ്ങനെ പറയാൻ കാരണം, നിസ്കാരത്തിൽ എല്ലാ അവസ്ഥയിലും കൈകൾ കെട്ടലാണുള്ളത്. സുജൂദ് റുക്കൂ പോലുള്ള തശഹൂദ് പോലുള്ള അവസ്ഥയിൽ ആണ് അല്ലാത്ത രൂപമുള്ളത്. അപ്പോൾ അടിസ്ഥാനം നിസ്കാരത്തിലൊക്കെ കൈകൾ കെട്ടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നൃത്തം, ഏത്തിദാലിൻ്റെ നൃത്തം എന്ന് ഹദീസുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. അത് മറ്റ് നൃത്തം പോലെ തന്നെയാണ്, കൈകൾ കെട്ടണം എന്നാണ്. അതിൻ്റെ വിശദ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഏതായിരുന്നാലും ശരി, സാധാരണ നിസ്കാരത്തിന് നെഞ്ഞത്ത് കൈകെട്ടിരുന്ന ഒരാൾ പിന്നീട് കൈകെട്ടുന്ന അവസ്ഥയിലാണ് ഏത്തിദാൽ നിൽക്കുന്നെങ്കിൽ അവിടെ തന്നെ കെട്ടുക, അല്ലെങ്കിൽ അയാൾ താത്തിയിട്ടോട്ടെ, അല്ലാതെ അതിൻ്റെ ഇടയിലുള്ളൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഏത്തിദാലിലെ പ്രാർത്ഥന റബ്ബന വലക്കൽ ഹംദു, റബ്ബന ലക്കൽ ഹംദുണ്ട്, റബ്ബന വലക്കൽ ഹംദുണ്ട്, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. ഇനി അതിൻ്റെ സുദീർഘമായ രൂപത്തിലാണ് എന്താണ് അല്ലാഹുമ്മ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഇത മിൻ ഷൈഇൻ ബഅദു. പിന്നെ അല്ലാഹുമ്മ തഖിർനി ബിസ്സൽജി വൽ ബാർദി വൽ മാഇ അൽ ബാരിദ് അല്ലാഹുമ്മ തഖിർനി. ഇതല്ലാത്ത വേറെയും ചില പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ ഇഅ്തിദാലിൽ നിന്നതിന് ശേഷം ചെല്ലേണ്ട പ്രാർത്ഥന. സുജൂദിലേക്ക് പോകുമ്പോൾ, അടുത്ത സുജൂദിലേക്ക് പോകാൻ ഒരു രൂപ നോക്കി, 2 രൂപമുണ്ട്. ഇതിൽ എന്താണ് ആദ്യം കുത്തിയത്? ഏതാണ്? കൈയാണ്. രണ്ടാമത്തെ രൂപത്തിൽ ആദ്യം കാലാണ് കുത്തുന്നതായി കാണുന്നത്. അപ്പോൾ കാൽമുട്ടുകൾക്ക് മുമ്പായി കൈകൾ നിലത്ത് വെച്ചുകൊണ്ട് സുജൂദിലേക്ക് പോകണം. അതാണ് ഒന്നുകൂടെ ശരിയായത്. ഏത്? കൈകളാണ് ആദ്യം നിലത്തേക്ക് വെക്കേണ്ടത്. ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത് എന്ന ഹദീസുമായി ബന്ധപ്പെട്ടാണ് പണ്ഡിതന്മാർക്കെല്ലാം മുട്ടാണോ കുത്തേണ്ടത്, കൈയാണോ
കുത്തേണ്ടത് എന്ന ചർച്ച. അള്ളാഹു ആലം ഏറ്റവും ശരിയായി തോന്നുന്നത് ഈ ഒരു രൂപമാണ്. കൈകൾ അതിനൊന്നുകൂടെ ഒരു ഭക്തിയും ഹുഷുവും ഒക്കെ ഉണ്ടാകുക, മറ്റ് പൊടുന്നതിന് ഒരു ചാട്ടമായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരിയായ രൂപം. രണ്ടാമത്തെ രൂപം എന്താണ്? പിന്നെ കാലുകൾ കുത്തലാണ് അല്ലേ? ആദ്യം കാല് കുത്തുക, അതിന് ശേഷം കൈ കുത്തുക. കണ്ടോ അടിയുള്ള ഫോട്ടോ, ഇടത് ഭാഗത്തുള്ള കാലാണ് ആദ്യം കുത്താൻ ശ്രമിക്കുന്നത്, പിന്നെയാണ് കൈ കുത്തുന്നത്. ആ രൂപം അനുവദനീയമാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞു. പണ്ഡിതന്മാരുടെ ഇജ്മാ അനുസരിച്ച് എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചു, രണ്ട് രൂപത്തിൽ ചെയ്യുന്നതും അനുവദനീയമാണ്. ഒരാൾ കൈകളോ കാലുകളോ മുന്തിക്കട്ടെ, പണ്ഡിതന്മാരുടെ ഇജ്മാ അനുസരിച്ച് രണ്ട് രൂപത്തിലായാലും അയാളുടെ നമസ്കാരം സ്വീകാര്യോഗ്യമാണ്. ഇവയിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തിലാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിൽ ആ നിസ്കാരത്തെ അത് ബാധിക്കുന്നതല്ല, രണ്ട് രൂപവും അനുവദനീയമാണ് എന്നർത്ഥം. ഇനി സുജൂദ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 7 അവയവങ്ങൾ നിലത്ത് വെക്കണം. ആ നമ്പർ ഇട്ട് കൊടുത്തുണ്ടോ? ഒന്ന് നെറ്റി. ഈ നെറ്റി എന്നുള്ള നമ്പർ തന്നെ 2 ആരോ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റി കുത്തുമ്പോൾ മൂക്കും തട്ടണം. എന്നാൽ പല ആളുകൾക്ക് തട്ടാറില്ല. ചില ആൾക്കാരുടെ നിസ്കാരത്തായമ്പോൾ ഉണ്ടാവും ഇവിടെ ആയിരിക്കും, ഇവിടെ നിസ്കാരത്തായപ്പോൾ ഒരിക്കലും മൂക്ക് നിലത്ത് തട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെറ്റി തട്ടുമ്പോൾ നബിയുടെ ഹദീസ് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റി എന്ന് പറഞ്ഞിട്ട് മൂക്കിലേക്ക് വിരൽ ചൂണ്ടിയെന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്, നിലത്ത് കുത്തണം. പിന്നീട് 2 കൈയിൻ്റെ പള്ളകളാണ്, മനസ്സിലായില്ലേ? അവിടെ കൈ വെച്ച് നോക്കി, നിങ്ങൾ റുക്കൂയിൽ വെച്ച പോലെ വിടർത്തിയല്ല, ഇങ്ങനെയാണ്. പിന്നെ 2 കാൽമുട്ടുകളും 2 കാലിൻ്റെയും വിരലുകളുടെ പള്ള, ഇങ്ങനെ 7 അവയവങ്ങൾ സുജൂദിൽ ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അത്തി അഅദം, 7 അവയവങ്ങളിലായി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ചില സ്ത്രീകൾക്കുള്ളൊരു സംശയം എന്ന് വെച്ചാൽ, സ്ത്രീകളും ഇതേപോലെ വിടർത്തി പിടിക്കണം. കൈ എന്താ ഇങ്ങനെ വിടർത്തി പിടിക്കുക വേണ്ടത്? ഇമാമിന് ഏതായാലും സാധിക്കും, മഅ്മൂമിന് ചിലപ്പോൾ പ്രയാസമായിരിക്കും. അപ്പോൾ സ്ത്രീകൾ ധരിച്ചത് എന്താണ്? സ്ത്രീകൾ അങ്ങനെ വിടർത്തി പിടിക്കേണ്ടതില്ല എന്നാണ്. ഇവിടെ മനസ്സിലാക്കണം, ഇബാദത്തുകൾ പ്രത്യേക നിസ്കാരത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഏകദേശം എല്ലാ വിധികളും ഒരേപോലെയാണ്, മനസ്സിലായില്ലേ? ചില വിധികൾ മാത്രം, ബാങ്ക് ഇക്കാമത്ത് പോലുള്ള, അതേപോലെ സ്ത്രീകൾ ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ പുരുഷന്മാർ ഇമാമത്ത് നിൽക്കുന്ന പോലെ മുന്നിലേക്ക് കയറി നിൽക്കേണ്ടതില്ല, മധ്യഭാഗത്ത് നിന്നാൽ മതി എന്ന ചില മസ്അലകൾ ഒഴിച്ചു നിർത്തിയാൽ സ്ത്രീയും പുരുഷനും എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇറുക്കി പിടിക്കരുത്, അതേപോലെ തൊടയും വയറും തമ്മിൽ ഒട്ടിപ്പിടിക്കരുത്, പറ്റ അകലുണ്ടാകാൻ പാടില്ല. അതേപോലെ ഈ കാലിൻ്റെ തൊടയും മടമ്പും തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഒക്കെ ഈ കാണുന്ന രൂപത്തിൽ ആയിരിക്കണം അല്ലേ? സുജൂദിൽ കൈകൾ വെക്കേണ്ട രൂപങ്ങൾ: മുൻ കൈയിൻ്റെ പള്ള ഭാഗമാണ് നിലത്ത് പതിക്കേണ്ടത്, ചുരുട്ടി പിടിക്കാൻ പാടില്ല. കൈവിരലുകൾ കിബിലയിലേക്ക് നേരെ, ഇങ്ങനെയല്ല പല ഭാഗത്തേക്ക് ചതറിപ്പോവല്ല, കിബിലക്ക് നേരെ. ഒന്നുകിൽ ചുമൽ വരെ അല്ലെങ്കിൽ ചെവിയുടെ അറ്റം വരെ പോകാം. എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുമ്പോൾ കൈ വെക്കേണ്ടത് ഒന്നുകിൽ ഷോൾഡറിൻ്റെ അവിടെ, അല്ലെങ്കിൽ ഇത് പറ്റ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുക, പറ്റ താഴെ പോയി സുജൂദ് ചെയ്യുക, അത് പാടില്ല. കൈമുട്ടുകൾ നിലത്തോ തുടയിലോ മുട്ടരുത്. ചില ആൾക്ക് കിടക്കാൻ നല്ല സുഖമാണ്, ഏത് ഇവിടുന്ന് ഇവിടുത്തെ നിലത്തിന് മുട്ടി നായ കൈ വെക്കുന്ന പോലെ വെക്കുക, കുറേ നേരം കിടക്കുക, ഒരു പ്രത്യേക സുഖമായിരിക്കും, പക്ഷെ പാടില്ല. മനസ്സിലായില്ലേ? കൈ ഇവിടെ എന്ത് ചെയ്യാൻ നിലത്ത് വെക്കും, ബാക്കി ഭാഗം പൊക്കി വെക്കണം, അല്ല മുട്ടുന്ന രൂപത്തിൽ വെക്കാൻ പാടില്ല, കൈ പൊക്കി പിടിക്കണം. കക്ഷം വെളിവാകുന്ന വിധം കൈകൾ അകത്തണം അല്ലേ? കക്ഷം വെളിവാകുന്ന രൂപത്തിൽ, നബിയുടെ കക്ഷത്തിൻ്റെ വെളുപ്പ് പ്രകടമാകുന്ന രൂപത്തിൽ എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അകത്തി പിടിക്കുകയാണ് ചെയ്യേണ്ടത്. 3 രൂപം നോക്കി നിങ്ങൾ കൈ വെക്കാൻ പറ്റുന്ന, ഒന്ന് ചെവി വരെ, തോള് വരെ, അല്ലെങ്കിൽ അവയ്ക്ക് ഇടയിലുള്ള സ്ഥലം, ഈ 3 രൂപത്തിലും സുജൂദിൽ കൈ വെക്കാവുന്നതാണ്. കാല് വെക്കേണ്ടത് കണ്ടോ, കാലുകൾ ചേർത്ത് വെക്കാം, അല്ലെങ്കിൽ അല്പം അകത്തി വെച്ചാലും കുഴപ്പമില്ല. ഹദീസുകൾ ഒന്നുകൂടി വ്യക്തമാകുക എന്താണ്, കാലുകൾ ചേർത്ത് വെച്ചു എന്നാണ്, പറ്റ അകലത്തിൽ അല്ല. കണ്ടോ, എല്ലാവരും സുജൂദ് കാലുകൾ വെക്കേണ്ട രൂപം അടുത്തടുത്ത് ആ രൂപത്തിൽ വെച്ചുള്ളത്. തെറ്റായ ചില രൂപങ്ങളാണ് കാണുന്നത്. ഒരു 7ാമത് നമ്മൾ പറഞ്ഞ കാൽ വിരലുകളുടെ പള്ള കിബിലക്ക് അഭിമുഖമായിരിക്കണം എന്ന് പറഞ്ഞു, അത് ഇവയിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. അത് തെറ്റായ രൂപങ്ങളാണ്. ഏതെങ്കിലും ഒരു കോലത്തിലാണ് നിസ്കരിച്ച് തള്ളിയിടുകയല്ല വേണ്ടത്, കൃത്യമായ നിർദ്ദേശത്തിന് അനുസരിച്ചായിരിക്കും. കണ്ടോ, നെറ്റിയും മൂക്കും നിലത്ത് കൃത്യമായി എന്ത് ചെയ്യണം, മുട്ടണം. അത് ശ്രദ്ധിക്കേണ്ടതാണ്.
ചില ആളുകളുടെ അശ്രദ്ധ ചിലപ്പോൾ എന്താ മൂക്ക് നിലത്ത് മുട്ടാറില്ല എന്നുള്ളതാണ്. മൂക്ക് നിലത്ത് മുട്ടിയിട്ടില്ലെങ്കിൽ സുജൂദ് ശരിയാകുകയില്ല. രണ്ടാമത്തെ രൂപത്തിൽ കണ്ടില്ല, മൂക്ക് നിലത്ത് മുട്ടിയിട്ടില്ല. ഒന്നാമത്തെ രൂപത്തിൽ അങ്ങനെ തന്നെയാണ്. തെറ്റായ രൂപങ്ങൾ, ഒന്നാമത്തെ രൂപം നോക്കി നിങ്ങൾ കൈ നിലത്ത് പരത്തി വെച്ചിരിക്കുക, രണ്ടാമത്തത് വളരെ മുകളിലായി കൈ വെച്ചിരിക്കുക, അല്ലെ പിന്നെ തൊടയും വയറും തമ്മിൽ പറ്റ അകലത്തിൽ, രണ്ടാമത്തെ എന്തായി പറ്റ അടുപ്പിച്ച്, മൂന്നാമത്തത് കൈകൾ പരത്തി പിടിക്കുന്നതിന് പകരം ഉള്ളിലേക്ക് പിടിച്ചു. ഇതൊക്കെ സുജൂദിൻ്റെ തെറ്റായ രൂപങ്ങൾ ചിലതാണ്. സുജൂദിലെ പ്രാർത്ഥനകൾ ഇതേപോലെ നിരവധിയുണ്ട്. സുബ്ഹാൻ റബ്ബിൽ അഅല, സുബ്ഹാൻ റബ്ബിൽ അഅല വബിഹംദി, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹുമ്മ വഗ്ഫിർലി, സുബ്ബൂഹുൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി റൂഹ്. ഇതൊക്കെ റുക്കൂയിലും ചൊല്ലിയുന്ന പ്രാർത്ഥനകളാണ്. പിന്നെ ഈ പ്രാർത്ഥന അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു എന്ന് തുടങ്ങുന്ന അല്പം സുദീർഘമായ പ്രാർത്ഥന, ഇതൊക്കെ സുജൂദിൽ ചെയ്യാവുന്നതാണ്. 1 ചെല്ലാം 3 ചെല്ലാം. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പൊതുവെ ഇമാം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ തൻ്റെ പിന്നിൽ എന്തുണ്ട്, യാത്രക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, രോഗികളുണ്ടാവും എന്ന് മനസ്സിലാക്കി ഒരു പാകത്തിന് നിസ്കരിക്കുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിന്റെ സംഭവം അറിയാലോ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു നബിയുടെ കൂടെ മദീനയിൽ നിന്ന് ഇശ നിസ്കരിക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ പോയി ഇശ വീണ്ടും അവർക്ക് ഇമാമായി നിസ്കരിക്കും മാത്രമല്ല നീണ്ട ഓതും. അപ്പോൾ ഒരിക്കൽ ഒരാൾ പിന്നിൽ നിസ്കരിച്ചപ്പോൾ നിസ്കാരം ഇങ്ങനെ നീണ്ടുപോയപ്പോൾ അദ്ദേഹം ആണ് നിസ്കാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ആൾക്കാർ കണ്ടോ മുനാഫിക്ക് നിസ്കാരത്തിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ കാണിച്ചു, ഞാൻ നബിനോട് പോയി കംപ്ലൈൻറ്റ് പറയും. നബിൻ്റെ അടുത്ത് പോയി, നബിയെ മുആദ് നീട്ടി നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞു. മുആദിനെ വിളിച്ച്, അഫത്താനയ്യ മുആദ്, ജനങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുകയാണ് മുആദ്, നിസ്കരിക്കുമ്പോൾ ആളുകളെ ശ്രദ്ധിക്കേണ്ടേ, രോഗികളുണ്ടാവൂലേ, യാത്രക്കാരുണ്ടാവൂലേ, അവരെ പരിഗണിക്കേണ്ടേ എന്ന് പറഞ്ഞ് മുആദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിക്കുകയും കയറുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നിലുള്ള ആളുകൾ എന്ത് ചെയ്യണം പരിഗണിക്കണം എന്ന് വിചാരിച്ച് ചില ഇമാമിങ്ങൾ ചെയ്യുന്ന മഗ്‌രിബ് നിസ്കാരത്തിനൊക്കെ ഇന്നാത്തിനാക്കുലുവല്ലേ പല പള്ളികളിലും കാണാം എന്ന് പറഞ്ഞ ചെറിയ സൂറത്തുകൾ. അല്ലാഹുവിൻ്റെ റസൂൽ മഗ്‌രിബ് നിസ്കാരത്തിന് സൂറത്ത് തൂർ ചൊല്ലിയിട്ടുണ്ട്, 1.5 പേജുള്ള. സൂറത്ത് മുർസലാത്ത് ചൊല്ലിയിട്ടുണ്ട്, 1.25 പേജുള്ള. അതങ്ങനെ ചെല്ലാൻ കാരണം എന്താ അറിയോ, മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയം വളരെ കുറച്ചുള്ളൂ എന്ന ധാരണയാണ്. അങ്ങനെയല്ല, മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ സമയം ഏകദേശം ഇശാ സമയം വരെ ഉണ്ട്. അപ്പം മഗ്‌രിബ് നിസ്കാരത്തിന് കുറഞ്ഞ സമയമുള്ളൂ എന്ന് ധരിച്ചിട്ടാണ് ചെറിയ സൂറത്തുകൾ ഓതുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ വലിയ സൂറത്തുകൾ എന്ത് ചെയ്യുന്നു, സൂറത്ത് തൂറൊക്കെയാണ് അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബ് നിസ്കാരത്തിന് ചൊല്ലിയത്. അപ്പോൾ 1-ലധികം പേജുണ്ടത്, അങ്ങനെ ഓതാം. അപ്പോൾ പറ്റ ചുരുക്കുക എന്ന് പറയുമ്പോൾ നബി ചുരുക്കിയതിനനുസരിച്ച്, മനസ്സിലായില്ലേ? ഇപ്പോൾ വെള്ളിയാഴ്ച അലിഫ്ലാമിൻ സജദ സുബൈക്ക് ഓതും. എത്രങ്ങാനും നേരം. ചില വളവന്മാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം സുജൂദാകുമ്പോഴേക്കും വരും. വെള്ളിയാഴ്ച കുറച്ച് വൈകിപ്പോയാൽ മതി, കാരണം എന്താണ്, ഇന്ന് കുറച്ച് നീട്ടി ഓതും. അത് സുന്നത്താണ്. അതിനേക്കാൾ കൂടുതലായി നബി ഓതിന്ന് അങ്ങനെ ഓതണം. അപ്പോൾ ജനങ്ങളെ പരിഗണിക്കുക എന്നോടൊപ്പം തന്നെ നബി ഓതിയതൊന്നും എന്തല്ല, സുദീർഘമല്ല, അത് പാകത്തിനുള്ളതാണ് എന്നുകൂടെ മനസ്സിലാക്കണം. പിന്നെ അടുത്ത ഇരുത്താണ്. തവറുക്കിൻ്റെ ഇരുത്തവും ഇഫ്തിറാഷിൻ്റെ ഇരുത്തവും ഉണ്ട്. ഇപ്പം നമ്മൾ സുജൂദ് കഴിഞ്ഞുള്ള ഇരുത്തം, ഇടയിൽ ഇരുത്തം എന്ന് പറയും. ഈ ഇരുത്തത്തിനാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറയും. ഫറഷ വിരിച്ചു, ഫിറാഷ് വിരിപ്പ്, ഇഫ്തിറാഷ് ആ വിരുത്തിയുള്ള ഇരുത്തം. നമുക്ക് ഇടത്തെ കാലം വിരിച്ചിട്ട് അതിൽ തന്നെ ഇരുന്നിരിക്കുകയാണ്, അതാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. മനസ്സിലായില്ലേ? അപ്പോൾ ഇടയിൽ ഇരുത്തത്തിൽ ഇരിക്കേണ്ടത് ഒന്നുകിൽ ആ ഇരുത്താണ്, മറ്റൊന്ന് ഇക്ക് ആ എന്ന് പറയുന്ന ഇരുത്തം. രണ്ടാമത്തെ ചിത്രം കണ്ടില്ലേ, ഇക്ക് ആ 2 രൂപത്തിലുണ്ട്. വിരോധിക്കപ്പെട്ട ഇക്ക് ആവുമുണ്ട്, അനുവദിക്കപ്പെട്ട ഇക്ക് ആ ഉണ്ട്. ഇടയിൽ ഇരുത്തത്തിൽ ഇരിക്കാവുന്ന ഒരു രൂപമാണ് ഇക്ക് ആ. എന്താണ്? 2 കാലുകളും ഉയർത്തി വെച്ച് ആ മടമ്പിൻ്റെ മുകളിൽ ഇരിക്കുക. ചില ആൾക്കാർ ഇത് ശരിയല്ല എന്ന് പറയും. ശരിയാണ്, അനുവദിക്കപ്പെട്ടാണ്, അങ്ങനെ ഇരിക്കാവുന്നതാണ്. പക്ഷേ അത് തശഹുദിലല്ല, 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കാവുന്ന ഒരു ഇരുത്തമാണ് ഇക്ക് ആ, അനുവദിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഇഫ്തിറാഷ്, ഈ 2 രൂപവും ചെയ്യാവുന്നതാണ്. സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്ന സമയത്ത് കൈ പരത്തി വെക്കുക. ഒന്നുകിൽ
കാൽ മുട്ടിന്മേൽ അല്ലെങ്കിൽ തുടയിന്മേൽ പരത്തി വെക്കുക. മുട്ടിൽ വെക്കുക അല്ലെങ്കിൽ കുറച്ച് മുകളിലേക്ക് തുടയിൽ കൈവെക്കുക. ഈ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. തെറ്റായ രൂപങ്ങൾ ചിലതാണ് കാണുന്നത്. കാരണം അത് ഇഫ്തിറാഷല്ല. പിന്നെ പല ഇടത്തെ ഭാഗത്തേക്ക് കാല് പുറത്തേക്കിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുവദിക്കപ്പെടാത്ത ചില രൂപങ്ങൾ. ഇഫ്തിറാഷിൻ്റെ ഇരുത്തല്ല, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കേണ്ട രൂപമല്ല അത് എന്നാണ്. അതിന് പ്രാർത്ഥിക്കേണ്ട എന്താണ്? റബ്ബി ഗഫുർലി റബ്ബി ഗഫുർലി എന്നെല്ലാം അല്ലാഹുമ്മ ഗഫുർലി വർഹംനി വഹദിനി വജ്ബുർനി വആഫിനി വർസുഖ്നി വർഫഅനി. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമ്മളിപ്പോൾ വിശദീകരിക്കുകയാണെങ്കിൽ കഴിയില്ല. ഏതായിരുന്നാലും അതിലുണ്ട്, നിങ്ങൾക്ക് പിന്നീട് കാണാവുന്നതാണ്. ഇനി ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞൊരു ഇരുത്തം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലും. ഇപ്പോൾ ളുഹർ നിസ്കരിക്കാൻ വിചാരിക്കുക, ഒന്നാമത്തെ റക്അത്ത് രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ റക്അത്തിലേക്ക് ഇങ്ങനെ ഉയരുകയാണ്. ആ ഉയരുന്നതിന് മുമ്പ് ഒന്ന് ഇരുന്ന് പോകണോ അതല്ല നേരിട്ട് എണീറ്റാൽ മതിയോ? ഇതേപോലെ മൂന്നാമത്തെ റക്അത്തിൽ നാലാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോൾ, മനസ്സിലായില്ലേ? ഇശാ നിസ്കാരം മൂന്നാമത്തെ റക്അത്തിൽ നിന്ന് പിന്നെ നാലാമത്തെ റക്അത്തിലേക്ക് നേരിട്ട് ഉയരുക, അതല്ല ഒന്ന് ഇരുന്ന് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഒന്ന് ഇരുന്ന് പിന്നീട് എണീക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ രണ്ട് രൂപത്തിലും ചെയ്യാവുന്നതാണ്. ഒന്ന് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു ആണ് ഇത് ഈ ഹദീസ് നബി അങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് നബിയെ കണ്ട, അവസാന കാലത്ത് മുസ്ലിമായി നബിയെ കണ്ട, നബിയുടെ നിസ്കാരം വീക്ഷിച്ച സഹാബിയാണ് അദ്ദേഹം. വാഇൽ ബിൻ ഹുജ്ർ റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകളൊക്കെ അവരൊക്കെ യമന് പോലുള്ള ദേശത്തുകാരാണ്. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ ഇപ്പം തടി കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കാലഘട്ടം. അപ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവസാനമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പെട്ടെന്ന് എണീക്കാൻ കഴിയാത്തത് കൊണ്ട് ഒന്ന് ഇരുന്ന് എണീറ്റതാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ മറ്റു യുവാൻ പണ്ഡിതന്മാർ പറഞ്ഞു നബി പറഞ്ഞെന്താ, ഞാൻ നിസ്കരിക്കുന്ന നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ നിസ്കരിക്കുന്ന, നബി ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് എന്ത് ചെയ്യുക അങ്ങനെ ചെയ്യാന്നാണ്. അപ്പോൾ ഇരിക്കുകയാണെങ്കിൽ എന്താണ് ആ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, വിശ്രമത്തിൻ്റെ ഇരുത്തം എന്നാണ് ഇതിന് പറയുക. അത് ഒന്നാമത്തെ റക്അത്തിലും മൂന്നാമത്തെ റക്അത്തിലും, ഒന്നാമത്തേൽ രണ്ടാമത്തിലേക്ക് ഉയരുമ്പോൾ മൂന്നാമത്തിൽ നാലാമത്തിലേക്ക് ഉയരുമ്പോഴാണ് ഉണ്ടാകുക. അപ്പോൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് അതിൽ ഇരിക്കേണ്ടത്. പിന്നീട് അടുത്ത റക്അത്തിലേക്ക് ഉയരുകയാണ്. അപ്പോൾ ഉയരുമ്പോൾ എന്ത് ചെയ്യണം? കൈകൾ കുത്തി കൈകളിൽ ഊന്നിയാണ് എന്ത് ചെയ്യേണ്ടത്? എണീക്കണം. അല്ലാതെ എന്നെ കൊണ്ടെല്ലാം കഴിയുന്ന രൂപത്തിൽ സർക്കസിൽ എണീക്കുന്ന പോലെ ഒരു എണീക്കലല്ല ചെയ്യേണ്ടത്. അത് രണ്ട് രൂപം, ഒന്നുകിൽ കൈകൾ ഇങ്ങനെ നിവർത്തി കുത്താം, അല്ലെങ്കിൽ മുഷ്ടി ചുരുട്ടി കുത്തുന്നതിനും അനുവദിക്കപ്പെട്ടതാണ്. രണ്ടും അനുവദനീയമാണ് എന്നാണ്. ഒന്ന് രണ്ട് രൂപങ്ങൾ ഉണ്ടോ? എന്നാൽ ഈ രൂപത്തിൽ കാലിൽ ഭാരം കൊടുത്തിട്ട് എണീക്കുക, അതേപോലെ ഒറ്റ കൈ കൊണ്ട് എണീക്കുക, ഇതൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരാൾക്ക് സാധിക്കില്ല വിചാരിക്കുക, അങ്ങനെ കുഴപ്പമില്ല. ഇതിപ്പോൾ സാധാരണ നിലയിൽ ഇങ്ങനെ പാടില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ റക്അത്തിലേക്ക് കടക്കുക. അതിന് മുമ്പ് ഇരുത്തം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എന്ത് ഇരുത്താണ് പറഞ്ഞത്? ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. ഇടയിലിരുത്തം രണ്ട് രൂപത്തിൽ പറഞ്ഞു. ഇടത്തേകാല് പരത്തി അതിന്മേൽ ഇരുന്ന് വലത്തേകാല് നാട്ടി വെക്കുക, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം. അത് അല്ലെങ്കിൽ രണ്ട് കാലും നിവർത്തി വെച്ച് അതിൻ്റെ മുകളിൽ ഇരിക്കുക. ഇതല്ലാത്ത രണ്ടാമത്തെ ഒരു ഇരുത്തമാണ് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയും. വരിക്ക് എന്ന് പറഞ്ഞാൽ കോഴിൻ്റെ കുറകിന്, മനുഷ്യൻ്റെ നിതംബം, ചന്തി, ഇതിനൊക്കെയാണ് പറയാം. അത് നിലത്ത് വെച്ചിട്ട് ഇരിക്കുക. സാധാരണ നമ്മൾ അവസാന റക്അത്തിൽ ഇരിക്കുന്ന ഇരുത്തം അല്ലേ? ഇടത്തെ കാല് വലത്തെ കാലിൻ്റെ അടിയിലൂടെ കൊണ്ടുപോയി വലത്തെ കാല് നാട്ടി വെക്കുക. ചില ആളുകൾക്ക് ഒരു പക്ഷേ ഈ നാട്ടി വെക്കുക എന്നുള്ളത് കഴിഞ്ഞോളന്നില്ല. അപ്പോൾ അവർ കഴിയുന്ന പരമാവധി ശ്രമിക്കുക എന്നേ ഉള്ളൂ കേട്ടോ. അതിന് വരിക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അത് നിലത്ത് ഊന്നി ഇരിക്കുക. ഇവിടെ ഇനിയുള്ള ചർച്ച എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ഇരുത്തത്തിന് ഏതൊക്കെ ഇരുത്താണ് ചെയ്യേണ്ടത്, ഇടയിരുത്തത്തിന് ഈ രണ്ടെണ്ണത്തിൽ ഏതാണ്, അതേപോലെ തന്നെ അവസാന റക്അത്തിൽ ഏതാ ഇരിക്കേണ്ടത്, സുബൈക്ക് എങ്ങനെ ഇരിക്കേണ്ടത്, സുബൈ 2 റക്അത്തുള്ളൂ. മദ്ഹബിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ മാലിക്കി മദ്ഹബിൽ എല്ലാ ഇരുത്തത്തിലും തവറുക്കിൽ ഇരുത്താം എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാന അത്തഹിയാത്തിൽ ളുഹറിലും അസറിലും ഒക്കെ അവസാന അത്തഹിയാത്തിൽ എങ്ങനെ ഇരിക്കാറുള്ളത് അതാണ് നിസ്കാരത്തിൽ മൊത്തത്തിൽ ഇരിക്കേണ്ടത് എന്നാണ് മാലിക്കി മദ്ഹബ്. ഹനഫി മദ്ഹബിൽ എല്ലാ നിസ്കാരത്തിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ്, ഇടയിരുത്തത്തിൽ കാണിച്ചു തന്നില്ലേ, അങ്ങനെ ഇരിക്കേണ്ടത് എന്നാണ് പറയുന്നത്.
ഷാഫി മദ്ഹബിലുള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇരുത്തങ്ങളിൽ ഇടയിലിരുത്തവും ആദ്യത്തെ തശഹൂദിലും ഇഫ്തിറാഷിൻ്റെ ഇരുത്തം, ഇടയിലിരുത്തത്തിൻ്റെ ഇരുത്തം. എന്നാൽ അവസാന റക്അത്തിലാണെങ്കിൽ അത് സുബ്ഹി ആയിരുന്നാലും ശരി അവസാന റക്അത്തിൽ ഇരിക്കേണ്ടതാണ് തവറുക്കിൻ്റെ ഇരുത്തം. 4ാമത്തെ റക്അത്തിൽ നമ്മൾ അവസാനം ഇരിക്കുന്ന പോലെ തന്നെയാണ്. ഹംബലി മദ്ഹബിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഷാഫി ഇമാമിൻ്റെ അതേ അഭിപ്രായം തന്നെ. പക്ഷേ സുബ്ഹി നിസ്കാരത്തിൽ ഇമാം ഷാഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലുള്ള വ്യത്യാസം സുബ്ഹി നിസ്കാരത്തിൽ എങ്ങനെ ഇരിക്കണമെന്നാണ്. ഷാഫി ഇമാം മദ്ഹബിൽ പറഞ്ഞു എന്താണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ളുഹ്ർ നിസ്കാരത്തിൻ്റെ അവസാന റക്അത്തിൽ എങ്ങനെ ഇരിക്കുന്നുവോ അതേപോലെ ഇരിക്കണം. എന്നാൽ ഹംബലി മദ്ഹബിലുള്ളത് അതല്ല, അത് 2 റക്അത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇടയിലിരിക്കുമ്പോൾ ഇരുത്തം ആണ് ഇരിക്കേണ്ടത്. അല്ലാഹു ആലം. ആ ഒരു അഭിപ്രായമാണ് അവസാനം പറഞ്ഞ ഹംബലി മദ്ഹബിലെ അഭിപ്രായമാണ് ഒന്നുകൂടെ ശരിയായി തോന്നുന്നത്. ഇനി അത് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ഇതില്ല, പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കുക. 2ാമത്തെ റക്അത്തായി 2ാമത്തെ റക്അത്തിലേക്ക് 1ാമത്തെ റക്അത്തിൽ എന്തൊക്കെ ചെയ്തു അതൊക്കെ നമ്മൾ ചെയ്യണം, പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി ആദ്യത്തെ തശഹൂദാണ്. ആദ്യത്തെ തശഹൂദിൻ്റെ ഇരുത്തം നമ്മൾ പറഞ്ഞു. അതിൽ ചെല്ലേണ്ട ഇരുത്തത്തിൻ്റെ രൂപമൊക്കെ പറഞ്ഞു. ചെല്ലേണ്ട വിരൽ അവിടെ ചെയ്യേണ്ട എപ്പോഴാണ് വിരൽ ചൂണ്ടേണ്ടത് എന്നുള്ളൊരിതുണ്ട് അല്ലേ. അവസാനത്തിൽ ചില ആൾക്കാർ അഷ്ഹദുല്ല ഇങ്ങനെ ഇരുന്നിട്ട് അഷ്ഹദുല്ല ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ആ സമയത്ത് വിരൽ ചൂണ്ടും. എന്നാൽ പ്രത്യേകമായ നിർദ്ദേശം വന്നു, ഏത് സമയത്ത് വിരൽ ചൂണ്ടണം എന്ന് വന്നിട്ടില്ല. ഇരുത്തത്തിൽ ഇഫ്തിറാഷിലെ പിന്നെ അത്തഹിയാത്തിൻ്റെ തശഹൂദിൻ്റെ ഇരുത്തത്തിൽ നബി അങ്ങനെ ചെയ്യൂ എന്നാണ്. അങ്ങനെയെങ്കിൽ എപ്പോഴാണോ തശഹൂദിൻ്റെ ഇരുത്തമായി നബി ഇരുന്നത് ആ സമയം മുതൽ ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ 2ാമത്തെ റക്അത്തിൽ തശഹൂദിലിരുന്നു, ഇരുന്ന ഉടനെ തന്നെ വിരൽ ചൂണ്ടുക. അവസാന റക്അത്തിൽ തശഹൂദിലിരുന്നു, ഇരുന്ന സമയത്ത് തന്നെ ചൊല്ലുക. അല്ലാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വരെ കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ്. ഈ രൂപത്തിൽ വളയമാക്കി ആണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വിരൽ ചലിപ്പിക്കലും സുന്നത്തിൽപ്പെട്ടതാണ്. ചില ആൾക്കാർ പറയും നിസ്കാരത്തിൽ അനാവശ്യമായ ചലനം പാടില്ല, അതുകൊണ്ട് ഇങ്ങനെ വിരൽ ചലിപ്പിക്കൽ നിസ്കാരം ബാത്തിലാവുന്നു. അങ്ങനെയാണെങ്കിൽ റുക്കൂവിലേക്ക് പോകുമ്പോൾ ചലിക്കുന്നുണ്ട്, സുജൂദിലേക്ക് പോകുമ്പോൾ ചലിക്കുന്നുണ്ട്, നിസ്കാരം ബാത്തിലാവില്ലേ? ഇല്ല. എന്ത്? അത് നിസ്കാരത്തിൽപ്പെട്ട കാര്യമാണ്. ഇതേപോലെ വാഇൽ ബിൻ ഹുജ്ർ റളിയല്ലാഹു അൻഹു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചലിപ്പിച്ചു എന്ന് കാണാൻ സാധിക്കും. ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞു അത് ഇങ്ങനെ ചലിപ്പിക്കല്ല വേണ്ട, ഇങ്ങനെ ഒരു മിഷീൻ ഇട്ട പോലെ ഇങ്ങനെ മറിച്ച് അതിൽ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, റബ്ബി എനിക്ക് പുറത്ത് തന്നെ, വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിന്നി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. ആ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ഇങ്ങനെ ചലിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചലിപ്പിക്കുകയല്ല, ചലിപ്പിക്കുമ്പോൾ ഇങ്ങനെ. ഇനി ഒരാൾ ചലിപ്പിക്കുന്നില്ല എങ്കിലും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കണം. ഇനി തശഹൂദിൽ ചൊല്ലേണ്ടതാണ് അത്തഹിയാത്തുൽ മുബാറക്. ഈ തശഹൂദും പല രൂപത്തിൽ വന്നിട്ടുണ്ടോ? തശഹൂദ് ഒന്നിലധികം രൂപത്തിൽ വന്നിട്ടുണ്ട്. പൊതുവെ ചെല്ലുന്നതാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്താണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അവിടെ ഒരു സയ്യിദിന എന്ന് ചിലപ്പോൾ ചേർക്കലുണ്ട്. നബി സയ്യിദാണ്, നേതാവാണ്, അതിലൊന്നും സംശയമല്ല. പക്ഷേ ഈ ഒരു പ്രാർത്ഥനയിൽ എന്തില്ല, സയ്യിദിന എന്ന് വന്നിട്ടില്ലാത്തത് കൊണ്ട് അവിടെ നമ്മൾ സയ്യിദിന എന്ന് പറയേണ്ടതില്ല. അവസാനത്തെ തവറുക്കിൻ്റെ ഇരുത്താണ്. ഈ ഇരുത്തം നോക്കി, തവറുക്കിൻ്റെ ഇരുത്തം ഈ 2 രൂപത്തിൽ ചെയ്യാൻ പറ്റും. എന്താണ്? വലത്തേകാലം നാട്ടി വെക്കുക, ഇങ്ങനെയാണ് പൊതുവെ ചെയ്യാറുള്ളത്. എന്നാൽ വലത്തേകാൽ നാട്ടി വെക്കാതെ വലത്തോട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ അതും അനുവദിക്കപ്പെട്ട രൂപമാണ്. ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ നിസ്കാരം അറിയില്ലല്ലോ എന്ന് ധരിക്കും. അങ്ങനെയല്ല, ഇത് അനുവദിക്കപ്പെട്ട രൂപമാണ്. ഈ കാണുന്ന രൂപങ്ങളൊക്കെ തവറുക്കിൻ്റെ തെറ്റായ ചില രൂപങ്ങൾപ്പെട്ടതാണ്. പിന്നെ അങ്ങോട്ട് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണ്,
പ്രാർത്ഥനകളാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നിസ്കാരത്തിൽ അത് ഒഴിവാക്കാറില്ലായിരുന്നു എന്നൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന കാണാൻ സാധിക്കും. മറ്റൊരു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത അബൂബക്കർ നിങ്ങളിത് ചൊല്ലിക്കോളൂ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി തുടങ്ങുന്ന വളരെ അർത്ഥവത്തായ പ്രാർത്ഥനകളാണ് ഇതിലുള്ളത്. ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകളുണ്ട്. സലാം വീട്ടുന്നതിന് മുമ്പ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക സലാം വീട്ടിയതിന് ശേഷം ചെല്ലാവുന്നതാണ്. പിന്നെ ഇതൊക്കെയാണ് നിസ്കാരത്തിൻ്റെ. സലാം വീട്ടുമ്പോൾ ഇങ്ങനെ കാട്ടലുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഇങ്ങനെ അതില്ല കേട്ടോ. അത് പിന്നെ അതേപോലെ സലാം വീട്ടി കഴിഞ്ഞ് മറ്റൊന്ന് തുടമെങ്ങനെ അടിക്കും, അത് നമ്മളല്ല, അതാരാണ്? ഷിയാക്കളാണ്. അപ്പോൾ അത് ചെയ്യാറില്ല ആൾക്കാർ. ഇനിയിപ്പോൾ ഗൾഫിലൊക്കെ പോയി ഓല അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇത് ചെയ്യാൻ നിൽക്കണ്ട. അത് ആയിഷ പിന്നെ അബൂബക്കർ ഉമർ റളിയല്ലാഹു ഇങ്ങനെ ശപിക്കുന്നതായിട്ടാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. ഒരു സഹായിമാരോടൊക്കെ വലിയ കണ്ട അടിക്കുന്ന രൂപം അത് പാടില്ലാത്തതാകുന്നു. നോട്ടം സുജൂദിൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇനി വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ള നിസ്കാരം ഈ പറഞ്ഞത് അങ്ങനെ തന്നെ എന്ന് നിങ്ങൾ കൂടുതൽ പഠിക്കാനും മറ്റൊക്കെ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു വലിയൊരു വിഷയമാണ്, കുറഞ്ഞൊരു സമയം കൊണ്ട് നമ്മൾ എല്ലാ തെളിവുകളും വെച്ചൊന്നും പറഞ്ഞതല്ല, അതിന് സമയം കിട്ടിയിട്ടില്ല. ഏതായിരുന്നാലും മറ്റ് പല വീഡിയോകളും മറ്റുമൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ വിഷയം പൂർത്തീകരിക്കണം, സംശയങ്ങൾ ഇല്ലാത്ത രൂപത്തിലേക്ക് നീങ്ങണം, പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇത്രയും നേരം ഇരുന്ന് ഈ ക്ലാസ് എടുത്തതും കേട്ടതും ഒക്കെ ഒരു സൽക്കരമായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങൾ ഗസയിലും ഫലസ്തീനിലുമൊക്കെ അങ്ങേയറ്റം പ്രയാസകരമായ ഒരു സന്ദർഭത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സഹായം നൽകുമാറാകട്ടെ. ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളെയും ശത്രുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന് ഇസ്സത്ത് നൽകി ആദരിക്കുമാറാകട്ടെ. هذا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.